പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും മിറക്കുലസ് ഹാൻഡ്സ് മിനിസ്ട്രിയിൽ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയുമാണ് മീറ്റിങ്ങിൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്പസമയം നമുക്ക് വിൽസനോട് ചേർന്ന് ദൈവത്തെ പാടി സൂചിച്ച് മാത്രപ്പെടുത്താം. വിൽസൺ, വുഡ് യു പ്ലീസ്? പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മളെ കൈക്ക് പിടിച്ച് നടത്തുന്ന കർത്താവാണ്. നമ്മളെ ഒരിക്കലും അനാഥരായി വിടുന്ന കർത്താവല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചെവി തുറക്കുന്നൊരു തുറന്നിരിക്കുന്നൊരു കർത്താവ്, വലങ്കരം പിടിച്ച് നടത്തുന്ന കർത്താവ്. അത് ഓർപ്പിക്കുന്ന ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ.
ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആശ്രയിപ്പാൻ കർത്താവിൻ്റെ പാദം മാത്രമാണ്. ആശ്വസിപ്പാൻ അവൻ്റെ മാർവിടമാണ്. പുതിയ പാട്ടുകളെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആശ്രയിപ്പാനെന്നും യേശുവിൻ പാദം, ആശ്വസിപ്പാനെന്നും തന്മാർവിടം. ഈ ലോകഭാരങ്ങൾ ഏറിയിടും നേരത്ത് തൻകരത്താൽ എന്നെ താങ്ങി നടത്തും. ഈ ലോകഭാരങ്ങൾ ഏറിയിടും നേരത്ത് തൻകരത്താൽ എന്നെ താങ്ങി നടത്തും. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. പൂർത്തി വരുത്തുന്ന വിശ്വാസനായക, എന്നുള്ളം നീറുമ്പോൾ നിൻമുഖം കാണും ഞാൻ. പൂർത്തി വരുത്തുന്ന വിശ്വാസനായക, എന്നുള്ളം നീറുമ്പോൾ നിൻമുഖം കാണും ഞാൻ. നീ പോയ വഴികൾ ഞാൻ ഓർത്തു നോക്കുമ്പോൾ എന്നോടെ കഷ്ടങ്ങൾ സാരമല്ലതാ. നീ പോയ വഴികൾ ഞാൻ ഓർത്തു നോക്കുമ്പോൾ എന്നോടെ കഷ്ടങ്ങൾ സാരമല്ലതാ. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. നാൾതോറും എന്നെ പോറ്റിപ്പുലർത്തുന്നോ, ആവശ്യ നേരത്ത് കൂടെയിരിക്കുന്നോ.
നാൾതോറും എന്നെ പോറ്റിപ്പുലർത്തുന്നോ, ആവശ്യ നേരത്ത് കൂടെയിരിക്കുന്നോ, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്യും നാഥനെ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്യും നാഥനെ. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. ഈ ദൈവം എന്നും എന്നേക്കും നല്ലവൻ, തൻ വഴികളെല്ലാം എത്രയോ അത്ഭുതം. ഈ ദൈവം എന്നും എന്നേക്കും നല്ലവൻ, തൻ വഴികളെല്ലാം എത്രയോ അത്ഭുതം. ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്നോ, തോളിലേറ്റിയവൻ വീട്ടിലെത്തിക്കും. ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്നോ, തോളിലെത്തിയവൻ വീട്ടിലെത്തിക്കും. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. ചേർന്നിടുമേ ഞാൻ ശോഭിത നഗരത്തിൽ, എൻ കാന്തനോടൊത്തു വാണിടുവാനായി. ചേർന്നിടുമേ ഞാൻ ശോഭിത നഗരത്തിൽ, എൻ കാന്തനോടൊത്തു വാണിടുവാനായി. അപ്പളുങ്കുന്നീ തീരത്തിരുന്നു ഞാൻ, പ്രിയനെ എന്നെന്നും പാടി സ്തുതിക്കും. അപ്പളുങ്കുന്നീ തീരത്തിരുന്നു ഞാൻ, പ്രിയനെ എന്നെന്നും പാടി സ്തുതിക്കും. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. എന്നും ഞാൻ പാടിടും പുതിയ പാട്ടുകൾ, എന്നെ വീണ്ടെടുത്ത യേശുവിനായി. ഹല്ലേലൂയ. നാം നിത്യതയിൽ പളങ്ക് തീരത്തിരുന്ന് പാടും. നമുക്ക് ഇന്ന് ആ പാട്ട് തുടങ്ങാം. നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നിത്യതയിൽ പാടുവാൻ ദൈവം നമ്മൾ ഇടയാക്കട്ടെ. കർത്താവിന് നാം മഹത്വപ്പെടുവാറാകട്ടെ. ആമേൻ. 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ സോണുകളിൽ നിന്ന് പലയിടങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവഭക്തനാണ് പാസ്റ്റർ എം എ വർഗീസ് അങ്കിള്. ബദേൽ എ ജി ചർച്ച്, ബാംഗ്ലൂരുള്ള ബദേൽ എ ജി ചർച്ചിന്റെ ഫൗണ്ടർ പ്രസിഡന്റും സീനിയർ പാസ്റ്ററുമാണ്. കർത്താവിന്റെ ദൈവദാസനെ ഞാൻ വളരെ ഹാർദവമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവല്ലയ്ക്ക് അടുത്താണ് മർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുകയും ഒരു മർത്തോമയിൽ ഒരു അച്ഛനാകാൻ വേണ്ടിയിട്ട് ഭവനത്തിൽ മാതാപിതാക്കൾ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സ്നേഹം തേടി വന്നപ്പോൾ
കർത്താവിന്റെ വയൽ പ്രദേശത്ത് അത്യധികം അധ്വാനിക്കുവാനായിട്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 70-ൽ പരം വർഷങ്ങളായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അനേകം ആത്മാക്കളെ നേടുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും അനേകരെ ഉറപ്പിക്കുവാൻ, വചനത്തിൽ ഉറപ്പിക്കുവാൻ, വചനം പഠിപ്പിച്ചു കൊടുക്കുവാനും ഒക്കെ വളരെ ശക്തമായി കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ ചർച്ചകളിലും വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഒരു സമയം നഷ്ടപ്പെടുത്തി കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എനിക്കറിയാം നിശ്ചയമായി ഇവിടെ ഇരിക്കുന്ന, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് വചനത്തിൽ നിന്നാണോ ടെസ്റ്റിമണിയിൽ നിന്നാണോ അനേകം അനുഭവങ്ങളുള്ള ദൈവഭൃത്യനാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് അതുപോലെ ശുശ്രൂഷിക്കുവാനായി എം.എ. വർഗീസ് അങ്കിളിനെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. എല്ലാം കറക്റ്റ് ആണെങ്കിൽ Everything is എത്ര okay. സമയം വരെയാണ് നമ്മൾ പോകുന്നത്? You can take up to 1 hour, Pastor. No problem. up to 1 hour. Okay, thank you. ഓക്കെ, കർത്താവ് തന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഭവ സാക്ഷ്യമാണ് കേൾക്കേണ്ടത് എന്ന് ചില വാചകങ്ങളിൽ നിന്ന് തോന്നി, പ്രാർത്ഥനാ വാചകങ്ങളിൽ നിന്നും മറ്റും. ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇൻട്രഡക്ടറി വാക്കിൽ നിന്ന് മനസ്സിലായി. രണ്ടും കൂടെ ചേർത്തുകൊണ്ട് എന്നെ കൊണ്ട് കഴിവുള്ളിടത്തോളം പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടും. ഓക്കെ, ഞാൻ ജനിച്ചതും വളർന്നതും ഒരു മർത്തോമ കുടുംബത്തിലാണ്. ഞാൻ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2-1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഞാൻ 2-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചോട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ എൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള ഏതോ ചില ഭാഗങ്ങളെ നിശ്ചയമായി മനസ്സിലാക്കിയെങ്കിലേ 12-ാം അധ്യായം മനസ്സിലാകത്തുള്ളൂ. കാര്യം ഒരു ബാക്ക്ഗ്രൗണ്ട് പുറകിൽ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും ഇങ്ങനെയാണ്, പുറകിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ഇവിടെ 11-ാം അധ്യായമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി പ്രധാനമായി ഞാൻ എടുക്കുന്നത്. കേവലം 11-ാം അധ്യായം എന്ന് മാത്രമല്ല, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ട് ആകയാൽ. എന്നാൽ 11-ാം അധ്യായം അതിപ്രധാനമായും ഒരു ബാക്ക്ഗ്രൗണ്ടായി എടുക്കുന്നു. ഞാനിതിൻ്റെ സന്ദേശത്തിലേക്ക് കടക്കട്ടെ, തുടർന്ന് 11-ാം അധ്യായത്തിൽ പോകുന്നതാണ്. ആകയാൽ നാമോ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓരോരുത്തരുടെയും മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആ ഓട്ടം കണ്ടുപിടിക്കുന്നവർ ജീവിതത്തിൽ ഒത്തിരി കൂടെ ഫലവത്താകും. ദൈവം പ്രത്യേകിച്ച് ഒരാളിനെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ, ഒരു ഗുണവും ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ ദോഷം വരുത്തിയെന്ന് വരാം. രണ്ടായാലും അവനവൻ്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്, അത് സ്ഥിരതയോടെ ഓടാം. ആ ഓട്ടത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് പിടിച്ചു കളയുന്ന ഒരുപാട് ശക്തികൾ കണ്ടെന്ന് വരാം. ആ ശക്തികളെ അതിജീവിച്ച് മുൻപോട്ട് ഓടുക എന്നതാണ് ഒരു വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്നത് ഒന്ന്. ഞാനതിൻ്റെ 11-ാമത്തെ അധ്യായം മുതൽ തുടങ്ങിയെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 11-ാം അധ്യായത്തിൽ പോകും. എന്നാൽ ഈ ഒരു ഭാഗം ഞാൻ എൻ്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിലും ഒന്ന് ചേർത്ത് പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടും. ഞാൻ ജനിച്ചത് ഒരു മർത്തോമ കുടുംബത്തിലാണെന്ന് ഇൻട്രഡക്ഷനിൽ തന്നെ അത് പറഞ്ഞിരുന്നു. അത് അങ്ങനെയാണ്, ഒത്തിരി പേർക്ക് അറിയാം. ഞാൻ എൻ്റെ 80-ാമത്തെ വയസ്സിലാണ് ഇന്നിരിക്കുന്നത്. കഴിഞ്ഞ 79 വർഷം, അതിൽ 12 വർഷം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കുട്ടിക്കാലമായിരുന്നു. അത് പോയി. അതിനുശേഷം രക്ഷിക്കപ്പെട്ടു. കുറഞ്ഞ പക്ഷം ഒരു 68 വർഷമെങ്കിലും കർത്താവിൻ്റെ കൃപയിൽ ഓടുവാൻ കർത്താവ് ഇടയാക്കി. അതിനകത്ത് രഹസ്യമായി അധികം നാളുകൾ എങ്ങും പോകേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് പരിചയമുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും ഒരു മാർത്തോമ കുടുംബത്തിലാണ്. ഇൻട്രഡക്ഷന് വന്നതുപോലെ മാർത്തോമയിലെ ഒരു അച്ഛനാക്കുക എന്നതായിരുന്നു ഒരു വലിയ അളവിൽ എൻ്റെ സൗണ്ട് വരാം. സൗണ്ട് തീർച്ച കുറവാട്ടോ. സൗണ്ട് എൻ്റെ സൈഡിൽ നിന്ന് റേസ് ചെയ്യാൻ പ്രയാസമാണ്. ഇവിടെ പ്ലീസ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലിരുന്നാണ് സംസാരിക്കുന്നത്. രാവിലെ ഇത്രയും
ഏർലി ആയതുകൊണ്ട് കുഴപ്പമില്ല പാസ്റ്ററെ. ചർച്ചിലോട്ട് പോകാൻ സാധിച്ചില്ല. ഓക്കെ, ഇവിടെ ഒരു എക്യുപ്മെന്റും ഇല്ല. എൻ്റെ കയ്യിലുള്ള ഈ ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ അതും കൊണ്ട് ചെയ്യുന്നത്. സൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് അത് എവിടെയെങ്കിലും ഉണ്ടോ? കമ്പ്യൂട്ടർ വോളിയം കാണും, വോളിയം ബട്ടൺ റേസ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ മാക്സിമം വെച്ചിട്ടും കിട്ടുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ പാസ്റ്റർ, ഡോണ്ട് വേസ്റ്റ് അവർ ടൈം. പാസ്റ്റർ സൗണ്ട് എടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ, ഇച്ചിരി ഹൈ വോളിയത്തിൽ സംസാരിച്ചാൽ മതി. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. എനിക്ക് എന്റെ സൗണ്ട് അങ്ങ് തീരെ. Okay, whatever the Holy Spirit guide you, go ahead, no problem, it's not a big issue. I'm sorry, മറ്റൊന്നും എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. Okay pastor, that's fine, go ahead, that's fine. Okay, thank you. Okay, എൻ്റെ മാതാപിതാക്കളുടെ താല്പര്യം ഞാൻ മർത്തോമയിലെ ഒരു അച്ഛനാകുക എന്നായിരുന്നു. ആ ലൈനിൽ പോയിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് സാധിച്ചേനെ. പക്ഷേ എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അതിനേക്കാൾ ഉന്നതമായിരുന്നത് കൊണ്ട് ഇന്ന് ഇതുപോലൊരു ശുശ്രൂഷയിൽ വരുവാൻ കർത്താവ് ഇടയാക്കി. അവനവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആദ്യ സമയത്ത് എന്ന് പറയാൻ ഒക്കത്തില്ല, കർത്താവിൻ്റെ വചനം അനുസരിപ്പാൻ തീരുമാനിച്ച ആദ്യ സമയത്ത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈ ദിവസങ്ങളിൽ ഒരുപാട് കൂടുതൽ ശബ്ദത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ പല അപശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് പോലെ എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ ഏറെക്കുറെ 19 വയസ്സ് വരെ കേരളത്തിൽ ആയിരുന്ന സാഹചര്യത്തിൽ പരസ്യോഗങ്ങൾ നടത്തിയും വഴിയറമ്പിൽ സുവിശേഷം പറഞ്ഞും വ്യക്തിപരമായ ആളുകളോട് സുവിശേഷം പറഞ്ഞും വളരെ കർത്താവിലേക്ക് നടത്താൻ കഴിഞ്ഞു. എന്നെ തിരഞ്ഞെടുത്ത വേല എന്തോ അതിനകത്ത് നിന്നാൽ ഫലമുണ്ട്. എന്നെ തിരഞ്ഞെടുക്കാത്തിടത്ത് എൻ്റെ വ്യക്തിലാഭത്തിന് വേണ്ടി ഞാൻ പ്രവേശിച്ചാൽ പൊതുവെ ഫലം കാണത്തില്ല, ഫലം കുറഞ്ഞിരിക്കും. എന്നെ തിരഞ്ഞെടുത്ത വേലയ്ക്ക് വേണ്ടി ആക്കിയതുകൊണ്ട് എൻ്റെ ലോക്കൽ സഭയിൽ, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് സ്നാനപ്പെട്ട ആദ്യത്തെ ആൾ ഞാനാണ്. പക്ഷെ എൻ്റെ ലോക്കൽ സഭയിൽ ഞാൻ കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ 4-5 സഭകളായി. എൻ്റെ പ്രവർത്തനമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അതും അക്കൂട്ടത്തിലുണ്ട്. അന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെ നടക്കുവാൻ കർത്താവ് ഇടയാക്കി. തുടർന്ന് എനിക്കൊരു ജോലിയൊക്കെ കിട്ടി. ഇന്ത്യൻ എയർഫോഴ്സിലായിരിക്കുന്നിടത്തോളം കാലം ഒക്കുന്ന എല്ലാ രീതിയിലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആളാമ്പ്രതി വേലയുണ്ടായിരുന്നു. കൊച്ചു കൊച്ചു മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ 1-2 പേരെ കൂടെയെങ്കിലും സഭയിൽ സഭാരാധനയ്ക്ക് വിളിച്ചുകൊണ്ടുപോകാനും ചർച്ചിൽ കൊണ്ടുപോകാനും ദൈവം ഇട തന്നു. കൊച്ചു മീറ്റിങ്ങുകൾ പുതുതായി ആരംഭിക്കാൻ കർത്താവ് ഇട തന്നു. അന്നത്തെ സാഹചര്യത്തിൽ എന്നെക്കുറിച്ചുള്ള വേല അതായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കൃപയാൽ കർത്താവ് ഇടയാക്കി. കുറച്ചുകൂടെ കഴിഞ്ഞു ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ വെളിയിലിറങ്ങുമ്പോൾ വിദേശങ്ങളിലുള്ള ജോലി എന്നതായിരുന്നു. എക്സ് സർവീസ്മെൻ വെളിയിലോട്ട് ഇറങ്ങുന്ന എല്ലാവരുടെയും താല്പര്യം അതാ, വിദേശങ്ങളിലുള്ള ജോലി. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ഇടപെട്ടു, ഇല്ല, ബാംഗ്ലൂരിൽ ഒരു ചർച്ച ഉണ്ടാകണം, ഒരു മെഗാ ചർച്ച്. അതിനുവേണ്ടിയാണ് നിന്നെ വിളിച്ചത്, ഒരു ഉണർവിന് വേണ്ടിയാണ്. അപ്പം എന്നെ വിളിച്ചിരിക്കുന്ന വേല ഒരു ഉണർവാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ വളർന്നു. നിശ്ചയമായിട്ടും പ്രതികൂലമുണ്ട്, ആർക്കും പ്രതികൂലമില്ലാതെ വരത്തില്ല. പ്രതികൂലം കാണിക്കുന്നത് തന്നെ ദൈവം വിളിച്ച വഴിയിൽ ഉപയോഗപ്പെടുന്നു എന്നതാണ് പ്രതികൂലത്തിൻ്റെ കാരണം, വേറൊന്നുമല്ല. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എൻ്റെ മുമ്പിൽ അനേക ഓട്ടങ്ങൾ പാരലലി വന്നെന്ന് വരാം. ചില വ്യക്തികൾക്ക് ദൈവം വ്യക്തിപരമായ ഒരു കോൾ കൊടുക്കും. ഞാൻ എബ്രായർ 12 നിൽക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ചില വ്യക്തികളുടെ മുമ്പിൽ ദൈവം കൊടുത്തിരിക്കുന്നത് വ്യക്തമായി ഒറ്റയ്ക്ക് ഓടാനാണ്. മോശയെ ദൈവം വിളിച്ചു, മോശെ അങ്ങയോട് കൂടെ സഹകരിപ്പാൻ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മോശ സഹായം ചോദിച്ചു വാങ്ങിച്ചു, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ നേരെ ഓട്, നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഫറവോന്റെ മുമ്പിൽ നിന്ന് ജനത്തെ വിടിവിക്കുകയാണ്, അത് സാധിച്ചിരിക്കും. യോശുവ അങ്ങയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം മോശയിൽ നിന്ന് കൈയേറ്റ് ദേശത്തെ വിഭജിച്ചു കൊടുക്കേണ്ടതിനാണ്. അളവ് നൂൽ മനോഹര ദേശങ്ങളിൽ ആളുകൾക്ക് വീഴേണ്ടതിന് അവരുടെ മുമ്പിൽ കൊടുക്കുക, അതാണ് അങ്ങയുടെ മുമ്പിലെ ഓട്ടം. യെരമ്യാവേ, അങ്ങയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ജാതികൾക്ക് പ്രവാചകനായിരിക്കുക എന്ന, അങ്ങത് ചെയ്താലും അങ്ങയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം അതാണ്, അതിലെങ്ങ് നിന്നാലും അങ്ങ് വിജയിച്ചിരിക്കും. പൗലുസേ, അങ്ങയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ജാതികൾക്ക് മാത്രമല്ല രാജാക്കന്മാർക്ക് മുമ്പിലും ദൈവത്തിൻ്റെ ദൂത് കൊടുക്കുക എന്നതാണ്. സഭയ്ക്കകത്ത് പ്രയോജനപ്പെടുക, ജാതികൾക്ക് പ്രയോജനപ്പെടുക, ദൈവസഭയിൽ അങ്ങ് ഫലം കായ്ക്കുക, ഇതാണ് അങ്ങയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. അവരവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ കണ്ടുപിടിപ്പാൻ കഴിയുന്നവർക്ക് ജയിക്കുവാൻ കഴിയും, കണ്ടുപിടിപ്പാൻ കഴിയാത്തവർക്ക് ജയവും കുറവായിരിക്കും.
എൻ്റെ മൂത്ത മകൻ്റെ എല്ലാ 2 വ്യക്തികളുടെയും, ഇപ്പോൾ 2 ആൺമക്കളാണ് എനിക്കുള്ളത്. 2 പേരുടെയും വിവാഹപ്രായമായപ്പോൾ വിദേശങ്ങളിൽ നിന്നുള്ള വിവാഹം കഴിഞ്ഞ് വിദേശങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കണം എന്ന ഒരു ചിന്ത ഒരുപാട് മാതാപിതാക്കൾക്കുള്ളതുപോലെ ഞങ്ങളുടെയും അകത്തോട് കയറി ഇറങ്ങി. അന്ന് ഞാൻ പ്രാർത്ഥിച്ച കർത്താവ്, ഇവരെ കുറിച്ചുള്ള വിളി എന്തോ അതിനനുസരിച്ച് വേണം ദൈവം ചെയ്യാൻ. മൂത്ത മോനോട് ആദ്യത്തെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചടാ കുഞ്ഞെ, നിനക്കൊരു നല്ല വിവാഹാലോചന അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്താണ് നിന്റെ താല്പര്യം എന്തുമായിരിക്കും? അവൻ എന്നോട് പറഞ്ഞ വാചകം, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് എന്നൊരു ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി ഇന്ത്യയിൽ വന്ന് സുവിശേഷ വേല ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ മോസ്റ്റ് വെൽക്കം. ഡാഡി പറയുന്ന ആരെയും വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷേ എൻ്റെ വിളി ഇതാണ്, മറക്കരുത്. ഇന്ന് ദൈവം അവനെ ഉയർത്തി വളർത്തിയത് ഞാൻ കണ്ടു. ഇളയ മകനും അതുപോലെ തന്നെ സാഹചര്യങ്ങൾ വരുമ്പോൾ അവരവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് എന്ന് ഉറപ്പ് വരുത്തുന്നവർക്കായി സ്തോത്രം. പലപ്പോഴും പരാജയപ്പെടുന്നത് അവരെൻ്റെ മുമ്പിലെ ഓട്ടമാണ്. അക്കരെ പച്ച അത് കാണുന്നവർക്ക് ഭയങ്കര അസൂയായിരിക്കും. ദൈവം ഒരാളിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ പ്രയോജനപ്പെടാതിരിക്കുന്നവർക്ക് അതിനകത്ത് വലിയ ദുഃഖമായിരിക്കും, പലതുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഇന്ന് നമുക്കൊന്ന് പറയാം, കർത്താവേ, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഈ സാക്ഷികളിലെല്ലാം വരുന്ന തകരാറ്, ഓരോ സാക്ഷിയിലും ഓരോ ബലഹീന വശങ്ങൾ കാണും. നമ്മളെ ബലഹീന വശങ്ങളെ മാത്രം കൂടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടാൻ കഴിയാതെ വരും. അതുകൊണ്ട് സാക്ഷികൾ നമ്മുടെ വട്ടം ഉണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ആയിരിക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി അവരവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഒരൊറ്റ വ്യക്തിയെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ഒരു വലിയ പൈശാചിക മണ്ഡലം നമുക്ക് വട്ടമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പൈശാചിക മണ്ഡലം കേവലം 2 കൊമ്പും വെച്ച് വരുന്നത് ആകണമെന്നില്ല. ആത്മീയന്റെ വേഷത്തിൽ ധാരാളം വരും. ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ നിങ്ങൾക്കെതിരെ വരും. ഞാൻ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. ദൈവവചനത്തിൽ ഇല്ലാത്തതും ദൈവവചനത്തിൻ്റെ ശക്തി ത്യജിച്ചു കളയുന്നതുമായ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി വരും. വചനത്തിൻ്റെ വേഷം ധരിക്കും, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തുന്നവർ ധാരാളം പേർ ഇറങ്ങി വരും. ഇതെല്ലാം ഒരളവിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഈ ദിവസങ്ങളിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതാണ്. കാരണം നാം എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് എതിർത്തു നിൽക്കുന്നവരും അവർ നമ്മളെക്കാൾ ശക്തമായ ഒരു ആത്മാവാകയാൽ, എതിർ ക്രിസ്തു നമ്മളെക്കാൾ ഒട്ടും മോശമാണെന്ന് ചിന്തിക്കരുത്. എതിർ ക്രിസ്തു എന്ന് പറയുന്നവനിൽ വ്യാപരിക്കുന്ന യഥാർത്ഥ ആത്മാവ് ലോകാരംഭത്തിന് മുമ്പേ ഉണ്ടായിരുന്നതും ഏതാണ്ട് ലോക സൃഷ്ടി മുതൽ ഇങ്ങോട്ട്, അല്ല പ്രപഞ്ച സൃഷ്ടി മുതൽ ഇങ്ങോട്ട് 13.8 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ളതും പരിചയമുള്ളതുമായ ഒരു ഭയങ്കര ശക്തിയാകയാൽ നമ്മളെപ്പോലുള്ള എത്ര ആയിരം തലമുറകളെ അവൻ കണ്ടതാ, നേരിട്ടതാ. അവൻ ഭയങ്കര ശക്തനാണ്. അതുകൊണ്ട് അവൻ്റെ കണികളിൽ വീഴാതെ, അവൻ കണികളിലാണ് വീഴിക്കുന്നത്, നേരിട്ട് യുദ്ധം ചെയ്യാൻ അവൻ ഒക്കത്തില്ല, കണികളിൽ വീഴിക്കും. അവൻ്റെ കണികളിൽ വീഴാതെ മുന്നോട്ട് പോകുവാൻ നാം ശ്രദ്ധിച്ചിരിക്കണം. ആകയാൽ ക്രിസ്തുവിനെ മാത്രം നോക്കുക. ശുശ്രൂഷയുടെ വർധനവിൽ ഞാൻ ഒരുപാട് പുതിയ അനുഭവങ്ങൾ കണ്ടു. ഒരുപാട് പുതിയ അനുഭവങ്ങൾ കണ്ടു. പലരും ആത്മവിവശതകളിലാകുന്നതും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും സ്വർഗീയമായ ദർശനങ്ങളും പറയുന്നതും ഞാൻ കേട്ടു. അതിൻ്റെ പുറത്ത് അതുപോലുള്ള സംഭവങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ പലതുണ്ട്. ഇതിൽ പലരെയും അടുത്തറിയുന്നിടത്തോളം, എനിക്ക് അടുത്തറിയുന്നിടത്തോളം വിശുദ്ധരായ ആളുകളാണ്. എന്നാൽ അവർ കണ്ട കാഴ്ചപ്പാടുകളിൽ അവിടെയും ഇവിടെയും മനുഷ്യനെ തെറ്റിച്ച് കളയാൻ കഴിയുന്ന ചുരുക്കം ചില കാര്യങ്ങളിലൂടെ കാണും. ചുരുക്കം ചില കാര്യങ്ങൾ അവരെ തെറ്റിച്ച് കളയാൻ കഴിയുന്നത്. അതുപോലുള്ളതിനെ ഒഴിവാക്കുവാൻ നമുക്ക് യേശുവിനെ മാത്രമേ നോക്കാവുള്ളൂ, വേറെ ആരെയും നോക്കരുത് എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഇനി 11-ാമത്തെ അധ്യായമാണല്ലോ ഇതിൻ്റെ പശ്ചാത്ഭാഗം. 11-ാം അധ്യായത്തിലേക്ക് തിരിയട്ടെ. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പുറകിൽ എന്തോ ഒന്നുണ്ട്. അത് പ്രധാനമായിട്ടും 11-ാമത്തെ അധ്യായമാണ്. അവിടെയാണ് വിശ്വാസവീരന്മാരെ കുറിച്ച് നാം കാണുന്നത്. വിശ്വാസവീരന്മാരെ കുറിച്ചൊരു പട്ടിക. ഇവിടെ വിശ്വാസവീരന്മാരെ കുറിച്ചുള്ള പട്ടിക എന്നത് വിഷയം ഞാൻ എടുക്കുന്ന സമയത്ത് ഒന്ന് ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പോൾ യോങ്കിച്ചോ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്നു. ഞാൻ പോൾ യോങ്കിച്ചോവിനെ ഇന്നും ഒരു മാതൃകാ പുരുഷനായി കാണാറുണ്ട്, ഒരു ഉയർന്ന വ്യക്തിയായി കാണാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വിളിച്ച വിളിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഭയങ്കര ഫലം കൊണ്ടുവന്നയാളാണ്. തൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടായി കാണും, അല്ലെ തന്നെക്കുറിച്ച് പരാജയങ്ങൾ പറഞ്ഞു കാണും. ഞാൻ അദ്ദേഹത്തെ അല്ലല്ലോ നോക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെയാണ്. പക്ഷെ സാക്ഷികളുടെ പേര് പറഞ്ഞെടുത്തോളം
ഞാൻ അവരെ നോക്കിയേ പറ്റത്തുള്ളൂ, അവരെക്കുറിച്ച് അറിഞ്ഞേ പറ്റത്തുള്ളൂ, അവരെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പോൾ യോങ് ചോ ഒരിക്കൽ പറഞ്ഞത്, ഈ വേദപുസ്തകത്തിൽ അദ്ദേഹത്തോട് വാട്ട് യു കോൾ, ഒരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ബൈബിൾ കൊടുക്കുന്നത്, പുതിയ നിയമമാണ് കൊടുക്കുന്നത്. അത് വായിക്കാൻ ആവശ്യപ്പെട്ടു. ബുദ്ധമതക്കാരനായിരുന്ന താനെ ആ പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ച ആ പുതിയ നിയമം വാങ്ങിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായന തുടങ്ങിയത് ഇന്നാരിന്നരെ ജനിപ്പിച്ചു എന്നിത്യാദികൾ. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഈ ലിസ്റ്റെല്ലാം കൂടെ വായിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ? ഇതിനകത്ത് ഒറ്റയാളിൻ്റെ ഫോൺ നമ്പറില്ല, അഡ്രസ്സ് ഇല്ല, ഇന്നാരെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഇതിനകത്തൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ള യാതൊന്നും ഇതിനകത്തില്ല. ഇതിനേക്കാൾ ഭേദം ടെലിഫോൺ ഡയറക്ടറി എടുത്ത് വായിക്കല്ലേ, ഇതിനകത്ത് പേരുണ്ട്. ഇതിനോടൊന്ന് ബന്ധപ്പെടുത്തി ഞാൻ ഒന്ന് തൊടട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടികയാണോ? ആണെങ്കിൽ ഈ പട്ടിക വായിച്ചിട്ട് എനിക്ക് എന്നെടുക്കാൻ? ഈ വിശ്വാസവീരന്മാരുടെ പട്ടിക വായിച്ചിട്ട് എനിക്ക് എന്ത് സാധിക്കാൻ? കുറഞ്ഞ പക്ഷം അവരുടെ ടെലിഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ, യോഗിച്ചതിൻ്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നത് മാത്രം, കുറഞ്ഞ പക്ഷം അവരെ ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും അവരോട് ചോദിക്കാമായിരുന്നു. ഇല്ല, അതൊന്നുമല്ല. അവരുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് ഏതോ ഒരു മാതൃക നമുക്ക് എടുക്കാനുണ്ട്. ഏതോ ഒരു മാതൃക. ആരുടെ ജീവിതത്തിൽ നിന്ന് ഏത് മാതൃക എടുക്കണം? ക്രിസ്തു ആണെങ്കിൽ എല്ലായിടത്തും മാതൃകാ പുരുഷനാണ്. പക്ഷെ ഈ പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നാം മാതൃകയാക്കേണ്ട ഭാഗങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അല്ലെങ്കിൽ മാതൃകയല്ലാത്ത ഭാഗങ്ങൾ പലതുകൊണ്ട്, അത് ഒഴിവാക്കാൻ. 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, 3-ാമത്തെ വാക്യത്തിൽ, ഇത് കാണുന്ന ലോകത്തിന് ദൃശ്യമല്ല എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഞാൻ 4-ാമത്തെ വാക്യത്തിൽ പോയിക്കോട്ടെ. 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ, അദ്ദേഹമാണ് 1-ാമത്തെ വിശ്വാസവീരനായി ചിത്രീകരിച്ചിരിക്കുന്നത്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായേൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചതിനാൽ മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹാബേലിനെ ഞാൻ ഏതിൽ മാതൃകയാക്കണം? ഹാബേലിനെ മാതൃകയാക്കേണ്ടത് തൻ്റെ ആരാധനയിൽ, തൻ്റെ യാഗത്തിലാണ്. യാഗത്തിനൊരു മാതൃകയാക്കണമെങ്കിൽ അതിനകത്ത് ഞാൻ മാതൃകയാക്കേണ്ടത് ഹാബേലിനെയാണ്. ഇതുപോലെ ഈ വിശ്വാസവീരന്മാരുടെ ഓരോരുത്തരുടെയും പട്ടികയ്ക്ക് മുകളിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ആ പ്രത്യേക ഏരിയയിലാണ് അവരെ മാതൃകകളാക്കേണ്ടത്. അഥവാ ആ മാതൃകകൾ ഒരുമിച്ച് ചേർത്താൽ, ഞാൻ എൻ്റെ കൺക്ലൂഷന് വരട്ടെ, ആ മാതൃകകൾ ഒരുമിച്ച് ചേർത്താൽ എനിക്ക് ഒരു വിശ്വാസവീരനാകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസവീരനിൽ കണ്ടിരിക്കേണ്ട വ്യത്യസ്ത ലക്ഷണങ്ങൾ, വ്യത്യസ്ത മാതൃകകളെ, ഉദാഹരണങ്ങളെ, സാക്ഷികളെ വിളിച്ച് നമ്മുടെ വട്ടം നിർത്തി കാണിക്കുകയാണ്. ഇവനിൽ നിന്ന് ഇത് പകർത്തണം, ഇവനിൽ നിന്ന് ഇത് പകർത്തണം, ഇവനിൽ നിന്ന് ഇത് പകർത്തണം. എങ്ങനെ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിന് അനുകൂലമായി ഇതിനെ വളർത്തണം. ഓരോ തലമുറയിൽ ദൈവത്തിന് പലതും മോഡിഫൈ ചെയ്യാൻ കാണും. ഓരോ തലമുറയിൽ ദൈവത്തിന് പലതും ആഡ് ചെയ്യാൻ കാണും. ഒരു തലമുറയിൽ അവർക്ക് ആവശ്യമായ പ്രത്യേക ദൈവിക വിളി ഓരോരുത്തരുടെ മേൽ ദൈവത്തിന് കൊടുക്കുവാൻ കാണും. അത് ചേർത്ത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ഹാബേലിനെ കുറിച്ചാണ് ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസവീരന്റെ 1-ാമത്തെ ലക്ഷണം ആരാധനയിലെ ശ്രേഷ്ഠത. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡറിലാണ് ഞാൻ എടുത്തത്. ലക്ഷണങ്ങൾ 1, 2, 3 എന്ന് പറയുന്നു. 4, 3, 2, 1 അങ്ങനെ വേണമെങ്കിലും ആക്കാം. അത് അവരവരുടെ ജീവിതത്തിൽ അവരവരെ ദൈവം നടത്തുന്നത് പോലെ അവരവർക്ക് എടുക്കാം. എന്നാൽ ഈ ലക്ഷണങ്ങൾ ഒരു വിശ്വാസവീരനിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. എനിക്കൊന്ന് ഒത്തിരി വർഷങ്ങൾക്ക് പുറകില്ല, മസ്റ്റ് ബി അറൗണ്ട് 90s, 2000 മുമ്പേ, 90s-ന്റെ 1990-കളിലായിരിക്കണം. 1990-കളുടെ ആരംഭത്തിലാണ്, 1990-കളുടെ ആരംഭത്തിലാണ് മലബാറിൽ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു? തിരൂർ എന്ന സ്ഥലത്ത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടുത്തെ പാസ്റ്റർ എന്നെ വിളിച്ചു. ഓൾ റൈറ്റ്, ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ബസ്സിനാണ് യാത്ര ചെയ്യേണ്ടത്, തിരൂരിലെത്തണം. തിരൂരിൽ എങ്ങനെയാണ് ഞാനൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ശനിയാഴ്ച വൈകിട്ട് ബാംഗ്ലൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് വേണ്ടി തിരിച്ചു വരണം. അതുകൊണ്ട് ശനിയാഴ്ച ഏർലി മോർണിംഗ് തിരൂരിൽ നിന്ന് ഇറങ്ങി കോഴിക്കോട് വന്ന് കോഴിക്കോട് നിന്ന് ഒരു ബസ്സിന് കയറിയാൽ എനിക്കിവിടെ എത്താം, സമയത്തിനെത്താം. ദയവായിട്ട് അതിനുവേണ്ടി എനിക്കൊരു റിസർവേഷൻ ചെയ്താൽ ഉപകാരമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോഴിക്കോട് നിന്നുള്ള ബസ്സിൻ്റെ റിസർവേഷൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ ഞാൻ യാത്ര ചെയ്തു, അവിടെ ചെന്നു. ആദ്യത്തെ ദിവസം വ്യാഴാഴ്ച വൈകിട്ടാണ് മീറ്റിംഗ് തുടങ്ങുന്നത്. വ്യാഴാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിന് ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിച്ചു, എൻ്റെ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടിക്കറ്റ് ഉണ്ട്.
പക്ഷേ ടിക്കറ്റ് ഇനി വന്നിട്ടില്ല, കോഴിക്കോട് നിൽക്കുന്നതേ ഉള്ളൂ ടിക്കറ്റും കൊണ്ട് ഒരാൾ. അദ്ദേഹം ഇപ്പോൾ വരും, മീറ്റിങ്ങിൽ വരും, തന്നോളാം. ഓൾ റൈറ്റ്. അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അയാൾ വന്നില്ല, അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല. വെള്ളിയാഴ്ച രാവിലത്തെ മീറ്റിങ്ങിലും വെള്ളിയാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിലും ഇത് തന്നെ പറഞ്ഞു, പക്ഷേ അയാൾ മനുഷ്യൻ വന്നില്ല. അവസാനം ശനിയാഴ്ച പാസ്റ്ററിനോട് പറഞ്ഞു, ഞാനിവിടെ മെമ്മറീസിൻ്റെ കൂടെ വരാം. ഞാനിവിടെ കോഴിക്കോട്ട് വന്ന് ആ മനുഷ്യനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിത്തരാം. ഇതിനിടയ്ക്ക് അദ്ദേഹത്തെ 1-2 പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുതരാം, ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, കൺഫേം ചെയ്ത് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല, കാരണം വളരെ ദൂരമായത്. കോഴിക്കോട്ട് നിന്ന് ഏറെക്കുറെ 3 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും ബസ്സിന് ഈ തിരൂരെത്താൻ, അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ ട്രാഫിക് സ്പീഡിൽ. അതുകൊണ്ട് അദ്ദേഹത്തിനും അത്രയും സമയം ഒന്നിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് കൊണ്ടുവരാൻ. ശനിയാഴ്ച രാവിലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പ്രശ്നം, ശനിയാഴ്ച അവിടെ തിരൂരിൽ മീറ്റിംഗ് നടക്കണം. അദ്ദേഹം എൻ്റെ കൂടെ കോഴിക്കോട് വന്ന് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അല്പം ലേറ്റായി പോയെങ്കിൽ തിരൂരെ മീറ്റിംഗ് കുഴപ്പം, അത് വരാതിരിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ പോയി ടിക്കറ്റ് വാങ്ങിച്ചോളാം. ഈ ടിക്കറ്റ് ഉള്ള വ്യക്തിയുടെ ചില ലക്ഷണങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. റെജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, 24 വയസ്സുണ്ട്, അവിവാഹിതനാണ്. ആ കാര്യങ്ങൾ അറിയാം. ഞാൻ റെജിയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ റെജി എന്നോട് പറഞ്ഞു, എൻ്റെ ടിക്കറ്റ് ഉണ്ട്, ഇനി വന്നാൽ മതി. പക്ഷെ അന്ന് സെൽഫോണില്ല. അന്ന് ഒരു സെൽഫോൺ ഉണ്ടെങ്കിൽ ഒരാളിനെ പരിചയപ്പെടാൻ എളുപ്പമാണ്, അതില്ല. അതുകൊണ്ട് വീടുകളിൽ മാത്രമേ ഫോണുള്ളൂ, ലാൻഡ് ലൈനാണ്. ഞാൻ ആ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്ററെ, റെജിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് അറിയാൻ. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ ചിലരെ ഞാൻ മാതൃകയായി എടുക്കട്ടെ. റെജിയുടെ നിറം ഇവിടെ വന്നിരിക്കുന്നതിൽ ആരോട് നോക്കും? എനിക്ക് തന്നെ അന്നത്തെ തിരൂർ കൺവെൻഷനിൽ അപ്രോക്സിമേറ്റ്ലി 3000 പേര് വന്നിട്ടുണ്ടാവും, അപ്രോക്സിമേറ്റ്. അദ്ദേഹം ഒരാളിനെ വിളിച്ചേച്ച്, ആ മനുഷ്യൻ കഴിവുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരാളിനെ വിളിച്ചു പറഞ്ഞു, പക്ഷേ അവനെ റെജിയെ കണ്ടാൽ ഇതേ നിറമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒന്ന് നോട്ട് ചെയ്തു, റെജിയുടെ നിറം. 2, ഇത് റെജിക്ക് എന്നാ ഉയരം വരും. രണ്ടാമതൊരാളിനെ വിളിച്ചേച്ച് അദ്ദേഹത്തിൻ്റെ ഉയരം കാണിച്ചേച്ച് പറഞ്ഞു, ഇതേ ഉയരമായിരിക്കും റെജിക്ക്. എന്നെ വണ്ണം വരും. ഒരാളിനെ വിളിച്ച് വണ്ണം കാണിച്ചു, ഒരാളിനെ വിളിച്ച് ഹെയർ സ്റ്റൈൽ കാണിച്ചു. ഇങ്ങനെ ഒരു 4-5 ലക്ഷണങ്ങൾ ആ 4-5 വ്യക്തികളിൽ നിന്നായി കാണിച്ചു. ഈ ലക്ഷണങ്ങൾ ഒരുമിച്ച് ചേർത്താൽ റെജിയെ കിട്ടും. ഞാൻ റെജിയെ തപ്പി പോവുകയാണ്. ഇതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് മനസ്സിലാകുന്നത്. വിശ്വാസത്തിൻ്റെ വീരന്മാരായി ഒരു കൂട്ടം ഭക്തന്മാരെ വിളിച്ചു നിർത്തി. അവരിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് ഞാൻ പകർത്തേണ്ട ഗുണങ്ങൾ പകർത്തി. ആ ഗുണങ്ങൾ പകർത്തുകയല്ലാതെ വേറൊന്ന് പകർത്തിയാൽ, ഒരുത്തൻ യേശുവിനെ പോലാകാൻ വേണ്ടി മീശ നീട്ടി എന്ന് കേട്ടിട്ടുണ്ട്, വേറൊരുത്തൻ യേശുവിനെ പോലാകാൻ മുടി വെട്ടാതിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും അല്ല ആരും യേശുവിനെ പോലാകുന്നത്. പകർത്തേണ്ട ലക്ഷണങ്ങൾ പകർത്തുക. ഹാബേലിൽ നിന്ന് ഞാൻ പകർത്തേണ്ടത് ആരാധനയാണ്, ശ്രേഷ്ഠമായ ഒരു ആരാധന. ഒരു വിശ്വാസവീരൻ ആരാധനയിൽ ശ്രേഷ്ഠനായിരിക്കണം. ഞാൻ ഈ ഭാഗം ഒത്തിരി വിശദീകരിക്കത്തില്ല, എൻ്റെ തൊണ്ട അഴുക്കാണ്. എനിക്ക് ഇന്ന് പകൽ ചർച്ചിൽ വീണ്ടും മീറ്റിംഗ് ഉണ്ട്. വരുന്ന ഒരാഴ്ച മൊത്തം കേരളത്തിൽ എനിക്ക് മീറ്റിങ്ങുകളായിരിക്കും. ഞാൻ ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് കേരളത്തിലോട്ട് തിരിക്കും. അങ്ങനെ തൊണ്ടയ്ക്ക് ഒത്തിരി ക്ഷാമമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിക്കത്തില്ല. എന്നാലും ഒന്ന് തുടരട്ടെ. ആരാധിക്കുന്നത് എങ്ങനെയായിരിക്കും? ആത്മാവിലും സത്യത്തിലും വേണം ആരാധിക്കാൻ. ആത്മാവിൻ്റെ ആരാധന, നമ്മളെ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചോ അതിനുവേണ്ടി ഒരു അഭിഷേകം നമ്മുടെ മേൽ കാണും. ഒരഭിഷേകം ഇല്ലാത്ത ഒരുത്തൻ ഇറങ്ങിയാൽ അത് അവൻ്റെ ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്, അവൻ്റെ ചതിവിന് വേണ്ടിയാണ്. ദൈവം വിളിച്ചതല്ല. അങ്ങനെയുള്ള ആളുകൾ ഇറങ്ങരുത്. കർത്താവ് ഒരുവനെ വിളിച്ച് ഇറക്കിയാൽ അതിനകത്ത് ഭയങ്കര റിസൾട്ട് കാണും. ഒരാരാധനയ്ക്കുള്ള കൃപ കർത്താവിന് കൊടുക്കും. കർത്താവിൻ്റെ ആരാധനയെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന ഒന്ന്, ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം. എന്താ ഈ സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവം അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാളിറ്റികളും ഒത്തുചേർന്ന് വേണം ആരാധിക്കാനായിട്ട്. ആ ക്വാളിറ്റികൾ ഒരുമിച്ച് ചേർത്ത് നമ്മൾ ആരാധിക്കാൻ, മറ്റുള്ളവരോട് കയ്പും പകയും ഒക്കെ വെച്ചുകൊണ്ട് ആരാധിക്കാൻ ചെന്നാൽ എങ്ങും ദൈവം അംഗീകരിക്കില്ല. എന്നെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി നിരൂപണങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു മഹാൻ എഴുതിയിട്ടുണ്ട്, ഇത് കയ്പ് ചോരുക എന്ന്. അന്ന് സാറേ കയ്പ് ചോരുക എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സാറിൻ്റെ ഹൃദയം കയ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അത് ചോരുകയാണ്. ഇതുപോലെ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്പും ഈർഷ്യയും പക പിണക്കം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതും വെച്ചുകൊണ്ട് ആരാധിച്ചാൽ പൊതുവെ ദൈവം അംഗീകരിക്കാറില്ല. ഞാനിവിടെ ഒരു കോട്ടിങ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതൊരു എക്സ്ട്രീം ആയിരിക്കാം, ഒരു പക്ഷേ ആ അർത്ഥത്തിൽ നമ്മളത് എടുക്കണമെന്നില്ല. എങ്കിൽ പോലും ഒരു കോട്ടിങ് ഞാൻ കൊണ്ടുവരിക. ഈ പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടരുതെന്നും തല കവർ ചെയ്യരുതെന്നും, സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തല കവർ ചെയ്യണമെന്നും ബൈബിളിലൊരു പ്രമാണമുണ്ട്. അപ്പോൾ അതിനെ ലംഘിക്കുന്നതാണ് ഇന്ന് കാണുന്ന ഒരുപാട് ചർച്ചസും സമൂഹങ്ങളും.
എന്തുകൊണ്ട് അവർ ലംഘിക്കുന്നത്? ബൈബിളിനോട് എതിർക്കുക എന്നുള്ളൊരു പൈശാചിക തത്വമുണ്ട്. അത് തന്നെ അതിൻ്റെ ഒന്നാമത്തെ കാര്യം. അങ്ങോട്ട് പുറകോട്ട് പലതും പറയാൻ കാണുമായിരിക്കും. അതിൻ്റെ ഒന്നാം തത്വം ഇതാ. അതിനെക്കുറിച്ച് ഒരു ശക്തനായ ദൈവദാസൻ, അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസൻ അമേരിക്കൻ കൾച്ചറിൽ നിന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നത് ഒരു ദൂതനാണ്. അതെ, ദൂതന്റെ കയ്യിലാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം ഉള്ളത്. ആ ധൂപവർഗം കൊണ്ട് ദൈവസന്നിധിയിൽ കൊടുക്കുന്നത് ദൂതനാണ്. അപ്പൊ ഈ ദൂതന് ഇതും കൊണ്ട് പോകാൻ നേരത്ത്, ഈ പ്രാർത്ഥനയും കൊണ്ട് പോകാൻ നേരത്ത് ദൈവത്തോട് ആദ്യം പറയും, ദൈവമേ, ഇതിന് ഒടുവിലത്തെ പ്രയോറിറ്റി കൊടുത്ത് അംഗീകരിച്ചാലും മതി. കാരണം ഇത് പ്രമാണപ്രകാരമുള്ള പ്രാർത്ഥനയല്ല. ഇവിടെ 500 പേരുണ്ട്, അതിൽ 10 പേര് മാത്രമേ ദൈവപ്രമാണം അംഗീകരിക്കുന്നുള്ളൂ. 490 പേരും ദൈവപ്രമാണം അനുസരിക്കാത്തവരാണ്. അതുകൊണ്ട് ഇതിനാവശ്യമുള്ള അത്രയും പ്രയോറിറ്റി കൊടുത്താൽ മതി. അവർക്ക് അത്രയും സീരിയസ്നെസ്സേ ഉള്ളൂ. അവർ ദൈവവചനം പാലിക്കുന്നില്ല. നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളിലും നമ്മളും ഒരുപോലെ കൃപ പാലിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാനായി കഴിയും. പല സ്പെസിഫിക് വിഷയങ്ങളും സഭ പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ ഇത് പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണ്. ഇത് എല്ലാവർക്കും പറയാൻ ഒക്കുന്നതല്ല. ദൈവത്തിൻ്റെ മഹാകരുണയാൽ സഭയ്ക്ക് സാമാന്യം ആവശ്യമുള്ള ഒരു വളർച്ച ദൈവം തന്നതുകൊണ്ട് എനിക്കിന്ന് അനുഭവത്തിൽ നിന്ന് പറയാം. ഞങ്ങൾ പോകുന്ന പലതും പരിശുദ്ധാത്മാവിൻ്റെ ക്രമീകരണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും. ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ ഒരു മോക്ക് ഒരു രോഗമുണ്ട്, ആ രോഗത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി. വേറെ ഒരു കുടുംബത്തിൽ ഒരു കലഹമുണ്ട്, ആ കലഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടണ്ട. സാധാരണ പ്രവചനാത്മാവിൽ പല ദൈവദാസന്മാരും പറയാറുണ്ട്, ഇന്നാരും ഒരു 10-12 പേരുടെ പേരോ ലക്ഷണങ്ങളോ പറയും. ഇങ്ങനെയുള്ളവർ മാത്രം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. കാര്യം അവർക്ക് മാത്രമേ ആ കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സൊരുക്കം കിട്ടത്തുള്ളൂ. അവരിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ദിവസം കൊണ്ടൊക്കെ ആ പ്രശ്നം മാറി വരും. അല്ലാത്ത 100 പേര് ചേർന്ന് 6 മാസം പ്രാർത്ഥിച്ചാൽ പ്രശ്നത്തിന് വലിയ വ്യത്യാസമില്ല. ഇത് ഞാൻ പ്രായോഗികമായി അനുഭവത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ദൈവം എന്തിനു വേണ്ടി നിയമിച്ചു, അവരേത് ചിന്താഗതിയിലാണ്, ആ ചിന്താഗതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഒരുമനപ്പെടുക എന്ന ഒറ്റ പദം മാത്രമേ ബൈബിളിലുള്ളൂ. ആ പദത്തിന്റെ വിശദീകരണത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നതാണ്. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ഒരർത്ഥമുണ്ട്. അങ്ങനെ ദൈവജനം ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ ദൈവപ്രമാണപ്രകാരം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ആരാധനയ്ക്കാണ് ഒന്നാമത്തെ സ്ഥാനം. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ തപ്പോടും നൃത്തത്തോടും കൂടെ ദൈവസന്നിധിയിൽ വരിക. ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനൊരു പ്രമാണമുണ്ട്. അവർ പാടുന്നു, ഞാൻ പാട്ട് കേൾക്കുന്നു. ഇന്ന് രാവിലെ ഇതിനകത്ത് കയറിയപ്പോൾ 6 മണി മുതൽ മനോഹരമായ ഗാനങ്ങൾ കേട്ടു. സഹോദരിമാരിൽ ആരോ ആദ്യം പാടി, അതിനുശേഷം ഒരു അങ്കിള് പാടുന്നത് കേട്ടു. ദാറ്റ് വാസ് ഗ്രേറ്റ്. ആ പ്രായത്തിലും ദൈവകൃപ അദ്ദേഹം അത്രത്തോളം നല്ല ശബ്ദം ആ അങ്കിളിന് കൊടുത്തത് കൊണ്ട് കർത്താവിനെ വാഴ്ത്തും. പാടാൻ കഴിവുള്ളവരുണ്ട്, പാടാൻ കൃപയുള്ളവരുണ്ട്. പക്ഷെ ഞാനിവിടെ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കതിൻ്റെ കൂടെ സഹകരിക്കാൻ തോന്നിയില്ല, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സഹകരിക്കാൻ തോന്നാൻ എൻ്റെ കാര്യം കൂട്ടായ്മയുടെ കുറവ്. ഞാൻ ആ വ്യക്തികളുമായി അടുത്തൊരു ബന്ധത്തിലല്ല, ഞാൻ അവിടെ അല്ലിരിക്കുന്നത്. ഞാൻ പാടിയാൽ അവർക്ക് കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് പാടാൻ തൊണ്ടയുമില്ല. ഇങ്ങനെ പല കാരണങ്ങളാൽ എനിക്ക് അവരോട് സഹകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ സമയത്ത് അല്പം വെളിയിലാണ് ഇരുന്നത്. അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പല ആരാധനകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരാധന ദൈവസന്നിധിയിൽ ചെല്ലുമെന്ന് ആരെങ്കിലും കരുതുന്നോ? അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ട സ്ഥാനം ദൈവസന്നിധിയിൽ ലഭിക്കുമെന്ന് തോന്നുന്നോ? ഇല്ല. ആരാധനയാണ് ഹാബേലിന്റെ ഒന്നാം പ്രത്യേകത. ഒരു ഗ്രൂപ്പിനെ ദൈവത്തെ ആരാധിപ്പാൻ ഒരുമിച്ച് നിർത്തുക. പണ്ട് കാലങ്ങളിൽ ഗായക സംഘം എന്നറിയപ്പെട്ടിരുന്ന, പണ്ട് കാലങ്ങളിൽ എന്ന് ഞാൻ പറയുന്നത് 10-60 വർഷങ്ങൾക്ക് പുറകില്ല, എൻ്റെ ചെറിയ കാലത്ത് ഗായക സംഘങ്ങൾ പൊതു മീറ്റിങ്ങുകളിൽ വർഷിപ്പ് ലീഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് വരെ വർഷിപ്പ് ലീഡേഴ്സ് ആണ് അറിയപ്പെടുന്നത്. പക്ഷെ അവർ പാടുമെന്നതിൽ കവിഞ്ഞ് എല്ലാവരെയും അവരുടെ കൂടെ പാടിക്കത്തക്കവണ്ണം അവരുടെ മേലൊരു വിളി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടും. ബാക്കിയുള്ളൊരു സോളോ പാടിച്ചു പോവുകയുള്ളൂ. എല്ലാവരെയും കൂടെ ചേർത്ത് പാടിക്കത്തക്കവണ്ണം കൃപയുള്ളവരുണ്ടെങ്കിൽ അവൻ്റെ വിളിയിൽ ആരാധനയുണ്ട്. ആരാധനയുടെ മുമ്പിൽ ജനത്തെ ചേർക്കുവാൻ കഴിയും. ഞാൻ പോട്ടെ. ഒന്നാമത്തേത് ആരാധനയാണ്. അടുത്ത വാക്യത്തിൽ വിശ്വാസത്താൽ ഹാനോക്ക്, രണ്ടാമത്തെ വിശ്വാസവീരൻ ഹാനോക്കാണ്. ഹാനോക്കിന്റെ ഏത് ലക്ഷണമാണ് എടുത്തത്? അദ്ദേഹം ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി.
നമ്മുടെ ഇഹലോകവാസത്തിൽ നമ്മുടെ നടപ്പിനകത്ത് ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയും. ദൈവത്തോടുള്ള നടപ്പിനാണ് ഹാനോക്ക് മാതൃക. നാം ദൈവത്തോടുകൂടെ നടന്നേ മതിയാകും. റെയിൻഹർഡ് ബോംഗെ ഒരിക്കൽ കേരളത്തിൽ വരുമ്പോൾ, ഒരു ഉദാഹരണത്തിന് വേണ്ടി, റെയിൻഹർഡ് ബോംഗെ ഒരിക്കൽ ആന്ധ്രയിൽ വരുമ്പോൾ, കേരളത്തിലല്ല സോറി ആന്ധ്രയിൽ വരുമ്പോൾ, ബാംഗ്ലൂരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ബോംഗെയുടെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയിരുന്നു. അതിൽ ഒരു 7 or 8 പേര് ഒരുമിച്ച് ഒരു ചില വാൻ എടുത്ത് അതിനകത്താണ് പോയത്. ആ വാനിനകത്ത് എൻ്റെ മൂത്ത മകനും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ പോയി. എനിക്ക് അന്ന് പോകാൻ സാധിച്ചില്ല. അവിടെ ചെന്ന് ബോംഗെയുടെ കൈ കൊണ്ട് ദൈവം ചെയ്യുന്ന മഹാത്ഭുതങ്ങൾ കണ്ടതോടെ എൻ്റെ മോനൊക്കെ എന്തുവാ മാനസികമായി ഇളകിപ്പോയി. അവനെ വിളിച്ചു പറഞ്ഞു, ഡാഡി, കുരുടന്മാരുടെ ചെവി കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, രണ്ട് ആളുകൾ എഴുന്നേറ്റ് ചാടുന്നു, വീൽ ചെയറിൽ വന്നവർ ഓടുന്നു. ഇത് ഭയങ്കരം, പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വെളിയില്ല. ജനം വലിയ സമൂഹമായി കർത്താവിനെ കാണാനായിട്ട് ഇറങ്ങി വരുന്നു. അതെ, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. എവിടെയെങ്കിലും ശുശ്രൂഷ വെളിപ്പെട്ടാൽ ജനം വരും. അതിനൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അത്രയും പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ കാലമാണ്. വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് ഡാഡി എങ്ങനെയെങ്കിലും റെയിൻഹർഡ് ബോംഗെ എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുമായിട്ട് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാട്ട് യു ക്യാൻ ഡു? ഞാൻ പറയട്ടെ കുഞ്ഞെ, ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ടും ഹൈദരാബാദിൽ നടക്കുന്ന മീറ്റിങ്ങിന് എന്തോ ചെയ്യാനാ? ബോംഗെയുടെ സെക്രട്ടറി ആരാന്ന് അന്വേഷിക്കുക. ബോംഗെയ്ക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. സാധാരണഗതിയിൽ ബോംഗെ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം സെക്രട്ടറി മുഖേനയാണ് ചെയ്യുന്നത്. അത് ബോംഗെയുടെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ ഇപ്പോഴത്തെ പേര് ഓർക്കുന്നില്ല. കൽക്കട്ടയിലുള്ള ഉണ്ടായിരുന്ന ഒരാളാണ്. ബോംഗെയുടെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ്. ഇതൻ ഇന്ത്യൻ. അദ്ദേഹം ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ സാധാരണ ബോംഗെയ്ക്ക് വേണ്ടി ചെയ്യുന്ന അദ്ദേഹം ആയിരുന്നു. അങ്ങേരാണോ എന്നൊന്ന് അന്വേഷിക്കുക. ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അന്വേഷിച്ച് വിളിച്ചു പറഞ്ഞു, ഡാഡി അങ്ങേര് തന്നെയാണ്. ഞാൻ പറഞ്ഞു, മോനെ, ഞാനും അദ്ദേഹവും കൂടെ ഒരുമിച്ച് കൽക്കട്ട അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒന്നിച്ച് ആരാധിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത്. നീ എൻ്റെ പേര് പറ, പരിചയപ്പെടാൻ നോക്ക്. പിന്നെ നിന്റെ അമ്മാച്ചനെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എന്നേക്കാൾ കൂടുതൽ നിന്റെ അമ്മാച്ചനെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എൻ്റെ വൈഫിൻ്റെ ആങ്ങളെ നന്നായി അറിയാം. അതുകൊണ്ട് നീ അദ്ദേഹത്തിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു നോക്ക്, ചിലപ്പോൾ സമ്മതിക്കും. അങ്ങനെ പോയി ഈ മനുഷ്യനെ കണ്ടു സംസാരിച്ചു. സെക്രട്ടറിയാണ്, ബോംഗെയല്ല. കണ്ടു പറഞ്ഞു, എൻ്റെ ആശ ബോംഗെ ഒന്ന് കാണണം, അദ്ദേഹം എൻ്റെ തലയിൽ കൈവെക്കണം. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഭയങ്കരം. മോനെ, ബോംഗെ അധികം പേരെ കാണത്തില്ല. ബോംഗെ മിനിസ്ട്രിയുടെ മുമ്പിൽ നിന്നാൽ ആ ദിവസങ്ങളിൽ അധികം പേരെ കാണത്തില്ല. എനിക്ക് അദ്ദേഹത്തെ കാണുന്നത് പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അന്ന് അദ്ദേഹത്തെ കാണുന്നത് പ്രയാസമാണ്. എടാ, എന്നോടും നിന്നോടും വർത്താനം പറഞ്ഞ് നടന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച പോലെ ഇരിക്കും അയാൾ പ്രാർത്ഥിച്ചാലും. അയാൾ ദൈവത്തിൻ്റെ കൂടെ. സിസ്റ്റർ മേരി കോവൂർ കൺവെൻഷനുകൾക്ക് വേണ്ടി ഇവിടെ വന്ന് എൻ്റെ കൂടെ മാസങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഒരു ഒന്നിച്ച് മാസങ്ങളല്ല, പല ദിവസങ്ങളായി, പല ദീർഘ ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട്. പാസ്റ്റർ വി എ തോമസ് എൻ്റെ കൂടെ വന്ന് ഏതാണ്ട് 4 മാസം താമസിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് 4 മാസം താമസിച്ചിട്ടുണ്ട്. ഇവരാരും ശുശ്രൂഷ ദിവസങ്ങളിൽ അധികം ആരോട് സംസാരിക്കാറില്ല, വാചാലരല്ല. അവരല്ലാത്ത സമയങ്ങളിൽ നന്നായി സംസാരിക്കുമെങ്കിലും ശുശ്രൂഷ ദിവസങ്ങളിൽ ഏകാന്തത സൂക്ഷിക്കും. കാര്യം അവരും ദൈവവും തമ്മിൽ ഇടപെടുക. ബോംഗെയുടെ സെക്രട്ടറിയുടെ മറുപടി, മോനെ, എന്നോടും നിന്നോടും സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കും അയാൾ പ്രാർത്ഥിച്ചാലും. അയാൾ ദൈവത്തോടുകൂടെ നടക്കുക. ഈ പറഞ്ഞ ശ്രേഷ്ഠന്മാർ ഓരോരുത്തരും അവർ ദൈവത്തോടുകൂടെ നടന്നവരാ. ഹാനോക്ക് അതിന് ഒന്നാമത്തെ ഉദാഹരണമാണ്. ഏറ്റവും നല്ല ഉദാഹരണം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. നമ്മുടെ നടപ്പ് ദൈവത്തോടുകൂടെ ആകുവാൻ കഴിയും. ഞാൻ ന്യൂസ് ഐറ്റം സാധാരണ ശ്രദ്ധിക്കാറില്ല. ന്യൂസ് പേപ്പർ എൻ്റെ വീട്ടിൽ വരുത്താറില്ല. ന്യൂസ് ചാനൽസ് എനിക്കില്ല. പൊതുവെ ആരെങ്കിലും യൂട്യൂബിലൊരു കട്ടിങ് ഇട്ട് തന്നാൽ, അത് യൂട്യൂബിൽ എന്ന് തന്നെ പറയുന്നത് തെറ്റിപ്പോയി, ആരെങ്കിലും എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ ഒരു കട്ടിങ് ഇട്ട് തന്നാൽ അത് ലിങ്ക് എടുക്കുമ്പോൾ യൂട്യൂബിൽ പോകും. അത്രയും ബന്ധമല്ലാതെ എനിക്ക് പൊതുലോകവുമായി പൊതുവെ ബന്ധമില്ല. എൻ്റെ ചർച്ചിൽ വരുന്ന ആളുകളെ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. വെളിയിലുള്ളവരെ അറിയാൻ താല്പര്യപ്പെടാറില്ല. എന്തുകൊണ്ട്? ആ സമയം കൂടെ ദൈവത്തോടുകൂടെ ആണെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മളെ വിളിച്ച വിളിക്ക് വേണ്ടി നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റേഷൻ നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു. നമുക്കും ദൈവത്തോടുകൂടെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക്. അടുത്തയാള് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായി. വിശ്വാസത്താൽ നോഹ 7-ാമത്തെ വാക്യമാണ്. വിശ്വാസത്താൽ നോഹ
അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിതു. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നോഹയുടെ പ്രത്യേകത വിശ്വാസമാണ്. വിശ്വാസം എന്നത് അതുവരെ കണ്ട കാര്യം കൊണ്ട് നടക്കുകയല്ല. ഇന്നലെ വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമില്ല. പക്ഷെ ഇന്നലെ വരെ കാണാത്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നതിനെയാണ് സാക്ഷാൽ വിശ്വാസം എന്ന് വിളിക്കുന്നത്. സാക്ഷാൽ വിശ്വാസം എന്ന് വിളിക്കുന്നത്. എൻ്റെ അപ്പന്മാരുടെ കാലത്ത് ഇത് നടന്നിരുന്നു, അത് അന്വേഷിക്കുന്ന എൻ്റെ ജോലിയല്ല. എന്നോട് ഇക്കാര്യം ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ അപ്പൻ സൈക്കിളേ കയറാറില്ലായിരുന്നു, മോട്ടോർ സൈക്കിൾ ഓടിക്കാറില്ലായിരുന്നു, കാർ ഡ്രൈവ് ചെയ്യാറില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഞാനിതൊന്നും ചെയ്തതാണ്? അങ്ങനെയൊന്നുമല്ല. എൻ്റെ അപ്പനെ മാത്രമേ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കത്തുള്ളൂ, എൻ്റെ അപ്പൻ കണ്ട വിശ്വാസത്തിൽ മാത്രമേ പോകുള്ളൂ എന്ന് പറയുന്നത് വിളിച്ചവനായ ദൈവത്തിൻ്റെ ആജ്ഞയോടുള്ള വിരസതയാണ്. വിളിച്ചവനായ ദൈവത്തിന് അതിനേക്കാൾ വലിയ കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഉള്ളത് കൊണ്ടാണ് ഒരു പുതിയ തലമുറയിൽ എനിക്ക് ജനനം തന്ന് ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത്. നോഹയെ വിളിച്ചത് അതുവരെ കാണാത്ത കാര്യം ചെയ്യാനാണ്. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നമ്മളിൽ പലർക്കും വിശ്വാസം വളരെ കുറവാണ്. വിശ്വാസികളെന്ന് നമ്മെ വിളിക്കുന്നെങ്കിലും പലർക്കും വിശ്വാസം കുറവാണ്. അവരവരുടെ കുറ്റം അവരവർ തന്നെ ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ഞാൻ നിങ്ങളുടെ കുറ്റം അല്ല പറഞ്ഞ് ഞാൻ എൻ്റെ കുറ്റമാണ് പറയുന്നത്. ആരും തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് വിശ്വാസം വളരെ കുറവാണ്. പണ്ട് യേശു ലാസറിൽ നിന്ന് മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കുന്നതിന് ഒരു തകരാറുമില്ല. സഹോദരന്മാരെ, അത് വിശ്വാസമല്ല, അത് അംഗീകരിക്കുക. അതിൻ്റെ അക്സെപ്റ്റൻസ്, അതിൻ്റെ അറിവ് ഞാൻ അംഗീകരിക്കുകയാണ്. അത് വിശ്വാസമല്ല. നാളെ ഒരിക്കൽ യേശു മടങ്ങി വരുമ്പോൾ വിശുദ്ധന്മാർ ഒരുമിച്ച് ഉയർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. അതും വിശ്വാസമല്ല, അത് പ്രത്യാശയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇന്നൊരു മരിച്ചവനെ കർത്താവ് ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അത് നമുക്കില്ലാതെ പോയെന്നുള്ളത്. ഇന്ന് ചെയ്യാൻ ദൈവം ശക്തനാണ്. പണ്ട് ദൈവം ശക്തനായിരുന്നു, നാളെയും ദൈവം ശക്തനായിരിക്കും. ഇതൊക്കെ അറിവും പ്രത്യാശയുമാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പലതും വിശ്വസിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായി. ഭയഭക്തി കൊണ്ട് അങ്ങനെ അരുളപ്പാടുകൾ പുതുക്കപ്പെടുമോ? നിശ്ചയമായും. യേശു തന്നെ പറയുമ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ഉപജീവനം കഴിക്കേണ്ടതാണ്. അന്നത്തേക്ക് ആവശ്യമുള്ള വചനം അന്ന് വന്നുകൊണ്ടിരിക്കും. അതിനല്ലേ വിശ്വാസം എന്ന് പറയുന്നത്. അതിനെയല്ലേ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിനെയല്ലേ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിനെയല്ലേ ദൈവവുമായുള്ള റിലേഷൻ എന്ന് പറയുന്നത്. വിളിച്ചതിൽ വിശ്വസ്തനാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ദൈവം ഉയർത്തിയിരിക്കും. വിളിച്ചതിൽ വിശ്വസ്തനാണെങ്കിൽ ദൈവം അതിലുപരിയായി ഇതിലേക്ക് വിളിച്ചിരിക്കും, നടത്തിയിരിക്കും. ആ മാതൃകകൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കുക. ആ ഉദാഹരണങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കുക. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. എൻ്റെ പൊന്നെ, അബദ്ധമാണിത്. അതിന് പോകരുത്. അതിനേക്കാളും ചുമ്മാതിരിക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം അത്രയും കിടന്ന് ഉറങ്ങാമല്ലോ. എന്തിന് അധ്വാനിക്കുന്നെങ്കിൽ ഫലം കാണണം. ഫലത്തിനു വേണ്ടി പോകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ഒരു പെട്ടകം പണിതു. തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നീതിക്ക് അവകാശിയായി തീർന്നു. ഇന്ന് പകൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ, വിശ്വാസത്തിന്റെ മൂന്നാമത്തെ ചുവടെടുത്ത് വെക്കുവാൻ നോഹയെപ്പോലെ നമുക്ക് കൃപ തരട്ടെ. 1, ആരാധനയുടെ ശ്രേഷ്ഠത ഹാബേൽ. 2, ദൈവത്തോടുകൂടെ നടക്കുക ഹാനൂക്ക്. 3, ഇതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാട് ഏറ്റെടുക്കുക. ഇതുവരെ കാണാത്തതിനെ കുറിച്ചുള്ള അരുളപ്പാട് എല്ലാവർക്കും കൊടുക്കാൻ ഒക്കത്തില്ല. കാര്യം അത് അതുപോലെ വിശ്വസിക്കുന്നവരെ മാത്രമേ ഏൽപ്പിക്കാൻ ഒക്കത്തുള്ളൂ. സാധാരണക്കാരനെ ഏൽപ്പിക്കാൻ ഒക്കുന്ന ഒന്നല്ല. സാധാരണക്കാരനെ ഇതുവരെ കണ്ടത് ഏൽപ്പിക്കാം, അവനതിനകത്ത് മുന്നോട്ട് പോകും. പക്ഷെ ഇതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാട് ലഭിച്ചവർക്കായി സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് ഞാൻ തുടർന്ന് ചിന്തിക്കാൻ വരും. അതുകൊണ്ട് കാര്യമായിട്ട് ഇപ്പം തൊടുന്നില്ല. ഒരു ലെവലേശം തൊട്ടു പോകാൻ. അബ്രഹാമേ, 100 വയസ്സുള്ളവർക്ക് മക്കൾ ജനിച്ച് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ എന്നോട് ഇത് പറയുന്നത്? ചോദിക്കാത്ത അബ്രഹാമിനോട് വേണം എനിക്ക് സംസാരിക്കാൻ. ദൈവത്തിന് പറയാനുള്ളത് ഇതുവരെ പരിചയമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയാനാണെങ്കിൽ അതിന് ഞാൻ തിരഞ്ഞെടുത്ത ഒരുത്തൻ്റെ ആവശ്യമില്ല. ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിയായിരിക്കും. ഞാൻ ആ വാക്യത്തിൽ എത്തിയില്ല. ഞാൻ അബ്രഹാമിനെ ഇവിടെ നിന്നൊന്ന് തൊട്ടെന്ന് മാത്രം. ഇതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായാലേ പറ്റത്തുള്ളൂ. കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടാകുക, അത് ഏറ്റുവാങ്ങുവാൻ ഒരു വിശുദ്ധന് കഴിയണം. അത് ഏറ്റുവാങ്ങുവാൻ ഒരു വിശുദ്ധയ്ക്ക് കഴിയണം. അങ്ങനെ പോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അടുത്തത്
വിശ്വാസത്താൽ അബ്രഹാം, 8-ാമത്തെ വാക്യമാണ്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്ര പോകുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ യാത്ര തിരിച്ചു. ഇതാണ് ഒരു വലിയ പ്രത്യേകത. എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ യാത്ര തിരിച്ചു. 8-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം. ഇവർക്കെല്ലാം ഒരു ഇനീഷ്യൽ കൊടുത്തിട്ടുണ്ട്. എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ വരുന്ന എല്ലാവർക്കും ഒരു വാട്ട് യു കോൾ ഒരു ഇനീഷ്യൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പിറന്ന മക്കൾക്കെല്ലാം MA എന്നത് ഞങ്ങളുടെ ഇനീഷ്യലാണ്. ഞങ്ങളുടെ വീട്ടുപേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അപ്പൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും ഒരുമിച്ച് ചേർത്തതാണ് ഇനീഷ്യൽ കേരളത്തിൽ. അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഒരു ഇനീഷ്യലുണ്ട്. എല്ലാം ഒരേ ഇനീഷ്യലാണ്, MA. കാര്യം ഞങ്ങൾ ഒരേ വീട്ടിൽ ഒരേ അപ്പന് ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം MA എന്ന ഒരേ ഇനീഷ്യലുണ്ട്. ഇതുപോലെയാണ് വിശ്വാസ കുടുംബത്തിൽ ജനിച്ചവർക്കെല്ലാം വിശ്വാസത്താൽ 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 എന്ന് പറയുന്ന ഒരേ ഇനീഷ്യൽ കൊടുത്തിട്ടുണ്ട്. ആ ഇനീഷ്യലിലേക്ക് അബ്രഹാമും വരികയാണ്. വിശ്വാസത്താൽ അബ്രഹാം എന്തൊക്കെ ചെയ്തു? അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്ര പോകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. മുമ്പേ പറഞ്ഞു കാണാത്ത കാര്യത്തെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. അത് അദ്ദേഹം ചെയ്യാനുള്ള വേലയെക്കുറിച്ചാണ്. ഇത് അദ്ദേഹം പോകുവാനുള്ള യാത്രയെക്കുറിച്ചാണ്. വിശ്വാസത്താൽ ദൈവം അദ്ദേഹത്തെ വിളിച്ചു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യത്തേക്ക് പോകാൻ അനുസരിച്ചു. സകലതും വിട്ടു. അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു, പോയി. അബ്രഹാമിന്റെ ജീവിതത്തിൽ സകലതും വിട്ടു എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി പടികളുണ്ട്. അദ്ദേഹത്തിന്റെ ബലഹീനതകൾ നമ്മൾ മാതൃകയാക്കാനല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ ബലമുള്ള വശം മാതൃകയാക്കാനാണ് പറയുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിലും ബലഹീനതയുണ്ട്. ഞാൻ ഒത്തിരി തൊടാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ബലഹീനത ഉണ്ട് എന്ന് മാത്രം പറയട്ടെ. ദൈവം അദ്ദേഹത്തോട് ഉടമ്പടി ചെയ്യുവാൻ വേണ്ടി പക്ഷികളെയും മൃഗങ്ങളെയും കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാക്കളെ പിളർന്നില്ല എന്നൊരു പദം കാണാം. അത് അദ്ദേഹത്തിന്റെ ബലഹീനത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് റാഞ്ചൻ പക്ഷി തൻ്റെ വീട്ടിൽ ഇറങ്ങിയത്. സേറ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താൻ സേറയെ അനുസരിച്ചു എന്നത് തൻ്റെ ജീവിതത്തിലെ അപാകതയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ബലഹീനതയാണ്. ആ ബലഹീനതയ്ക്ക് ലോകം വില കൊടുക്കുക ഇതെല്ലാം അദ്ദേഹത്തിന്റെ ബലഹീനതകളായിരുന്നു. ആ ബലഹീന വശങ്ങളെ മാതൃകയാക്കാനല്ല ദൈവാത്മാവ് ആവശ്യപ്പെട്ടത്, അദ്ദേഹത്തിന്റെ ബലമുള്ള വശങ്ങൾ മാത്രം മാതൃകയാക്കേണ്ടതിനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ നാം ആ നല്ല മാതൃകയിലൂടെ പോവുകയാണ്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടുവാൻ വിളിക്കപ്പെട്ടപ്പോൾ, തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശം, ദൈവം ഒരു ദേശം അബ്രഹാമിന് വേണ്ടി മുൻകണ്ടു. അത് അദ്ദേഹത്തോട് പറഞ്ഞു, അവിടേക്ക് പോകുവാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ വിളിക്കപ്പെട്ടപ്പോൾ അത് അബ്രഹാം ചെയ്തത് എന്തോ ആയിരുന്നു? വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ യാത്ര പുറപ്പെട്ടു. പലപ്പോഴും എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല. എന്നെ ആരെങ്കിലും ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന എയർപോർട്ടിൽ അല്ലെങ്കിൽ ഇന്ന ബസ് സ്റ്റാൻഡിൽ ഇന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് നിന്നോളാം എന്ന് അവർ പറയുന്നത് അനുസരിച്ചാണ് പോകുന്നത്. കുറഞ്ഞ പക്ഷം ലോക്കലായിട്ട് ഒരു ഏരിയയിൽ പോകാനാണെങ്കിലും ഗൂഗിൾ മാപ്പ് എങ്കിലും ഞാൻ ചോദിക്കും. കാര്യം എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ യാത്ര പോകുന്നത് എനിക്ക് പ്രയാസമാണ്. അത് വിശ്വാസത്തിന്റെ ആ ഹയർ ലെവലിൽ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അതിനെയാണ് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അദ്ദേഹം പാർത്തതും ആരുടെ കൂടെയാണ്? കിട്ടിയവന്റെ കൂടെ എല്ലാം കൂടുകയല്ല, അദ്ദേഹത്തിന് ചേരാവുന്നവരുടെ കൂടെ മാത്രം. ദൈവം തനിക്ക് കൊടുത്ത തൻ്റെ വാഗ്ദത്ത സന്തതി. കാര്യം വാഗ്ദത്ത ദേശത്താണ് പോകുന്നതെങ്കിൽ വാഗ്ദത്ത സന്തതിക്ക് മാത്രമേ പാർക്കാൻ ഒക്കത്തുള്ളൂ. ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ആരെയും ചേർക്കാൻ ഒക്കത്തില്ല. ദൈവം തനിക്ക് കൊടുത്ത ഇസ്ഹാക്കിനെയും യാക്കോബിനെയും കൂട്ടി. യാക്കോബ് തന്നെയല്ലായിരുന്നല്ലോ, കൊച്ചുമക്കൾ പലരുണ്ടായിരുന്നല്ലോ. പക്ഷെ യാക്കോബിനെ മാത്രമേ കൂട്ടിയുള്ളൂ. കാര്യം അബ്രഹാമിനറിയാം ആരുടെ കൂടെ നിന്നാൽ വാഗ്ദത്ത ദേശത്തെത്താം. തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറെ കൂടെ പോകേണ്ടവരെ മാത്രം കൂടെ കൂട്ടുപിടിച്ച്, ആർക്കെങ്കിലും മുമ്പിൽ ഒരു ഓട്ടം കർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ കൂടെ ഓടിക്കണമെന്ന് തീരുമാനിക്കുന്നവർക്കായി സ്തോത്രം. വിശ്വാസത്തിന്റെ നിലവാരം, ജീവിതത്തിന്റെ നിലവാരം, പൊതുസാക്ഷ്യത്തിന്റെ നിലവാരം, ഇവയെല്ലാം ചേരുന്നവരെ മാത്രമേ കൂടെ ചേർക്കാൻ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഓട്ടം പരാജയപ്പെടും, നാം ഓട്ടത്തിൽ എത്തത്തില്ല. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ഇന്നുവരെ യാത്ര ചെയ്ത് പലതും കാണുവാൻ എനിക്കിടയായി. ബഥേൽ ചർച്ചിന്റെ ആരംഭ കാലഘട്ടത്തിൽ യാക്കോബയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു വന്നു എന്ന് അദ്ദേഹത്തിന്റെ ക്ലെയിമാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. യാക്കോബയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, അദ്ദേഹവും ചെറിയ പ്രായത്തിൽ സ്നാനപ്പെട്ടു. തിരിച്ചങ്ങ് പിന്മാറ്റത്തിൽ പോയതാണ്. യാക്കോബയിൽ പോയി കല്യാണം കഴിച്ചു, മക്കളുമായി അവിടെ മാമോദീസ മുക്കി. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു വന്നു. ഞാൻ അദ്ദേഹത്തെ അംഗീകരിച്ചു. പക്ഷെ അദ്ദേഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബാംഗ്ലൂരിലുള്ള ഒരു പൊതു മനുഷ്യൻ, അതും ഒരു മലയാളിയാണ്,
ഇവിടെ ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഡയറക്ടറാണ്. വലിയൊരു ഇൻഡസ്ട്രിയൽ ഫാക്ടറി ഈ ബാംഗ്ലൂരിലുണ്ട്. അതിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, വർഗീസേ, ഇന്നയാൾ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതേ, പുള്ളി എൻ്റെ കൂടെ ഉണ്ട്. എടാ, ഈസ് എ ഡെഡ് വുഡ്. നിനക്ക് അവനെ കൊണ്ടു നടക്കാനൊക്കത്തില്ല, പഴത്തിനും പുഴുക്കിനും കൊള്ളുകയില്ല. ഈസ് എ ഡെഡ് വുഡ്. കണ്ടതിനകത്തെല്ലാം ലീഡർഷിപ്പ് എടുക്കണമെന്ന് താല്പര്യമുണ്ട്. യാക്കോബ് പള്ളിയിൽ നടക്കാതെ വന്നതുകൊണ്ട് അവിടുന്ന് ചാടിയതാണ്. ഈസ് എ ഡെഡ് വുഡ്. യു ഡോണ്ട് ക്യാരി എ ഡെഡ് വുഡ്, യു കനോട്ട് ടേക്ക് ഹിം. ഞാൻ അദ്ദേഹത്തെ കൂടെ കൂട്ടി, അങ്ങനെയൊന്നും അല്ലെന്ന്. പക്ഷെ ഒടുവിൽ ഭാരമായി മാറി. അദ്ദേഹം നിവൃത്തിയില്ല എന്നായി. ദൈവമായി അദ്ദേഹത്തെ എടുത്തു കളഞ്ഞു. അങ്ങനെ മാറി. സഭ മുന്നോട്ട് പോകണമെങ്കിൽ ആരെല്ലാം കൂടെ വേണം? അടിയിടുന്നവനും വഴക്കിടുന്നവനും. ഡെഡ് വുഡ്സ്. അതിൻ്റെ അർത്ഥം സമൂഹത്തിൽ വന്ന് ഇരുന്നേച്ച് പോയിക്കൂടെന്നല്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന പലരും കാണും. അതിനെ കാര്യങ്ങൾക്കകത്ത് ഇടപെടുത്തണമെങ്കിൽ, മുൻപിലേക്ക് വിളിക്കണമെങ്കിൽ, ലീഡർഷിപ്പിൽ വളർത്തണമെങ്കിൽ ഒരിക്കലും ഡെഡ് വുഡ്സിനെ കൊള്ളത്തില്ല. അബ്രഹാമിന് അറിയാമായിരുന്നു തൻ്റെ കൂടെ പാർക്കേണ്ടതാരാ. വിശ്വാസത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ, യേശാവിനോടുകൂടെ പാർത്തനല്ല. കൂടാരങ്ങളിൽ അക്ഷരികമായി യേശാവിനോട് പാർത്തു. പക്ഷെ പരിശുദ്ധാത്മാവ് അംഗീകരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് യേശാവിനെ അംഗീകരിക്കുന്നില്ല. യേശാവിനോട് പാർത്ത കാര്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നില്ല. വൈ? അവൻ കൂടത്തിൽ ചേരുന്നവനല്ല, അതിനെ കൊണ്ടു നടക്കാൻ ഒക്കുന്നതല്ല. അദ്ദേഹത്തിൽ നിന്ന് ജനിച്ചു പോയെങ്കിലും അവൻ വിശ്വാസത്തിന്റെ പുത്രനല്ല, വാഗ്ദത്തത്തിന്റെ സന്തതിയല്ല. അങ്ങനെയുള്ളത് പലതും വന്നു കാണും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? വിളിച്ചിരിക്കുന്ന വേല, വിളിച്ചിരിക്കുന്ന ഓട്ടം, അതിനുവേണ്ടി ഓടുക. ആരുടെ മുമ്പിൽ ഒരു ഓട്ടം ഉണ്ടോ അവർക്ക് മാത്രമേ ഇത് ബാധകമാകത്തുള്ളൂ. ചുമ്മാ ഓടുന്നവർക്കൊന്നും എന്തും ആകാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ. ഞാൻ പറഞ്ഞു, വ്യക്തിപരമായ ആളുകളെ വിളിക്കുന്നവരുണ്ട്. നമ്മൾ ഇതുവരെ ചിന്തിച്ചു വന്നവരെല്ലാം വ്യക്തിപരമായ വിളിയുള്ളവരാണ്. ഇനി കോർപ്പറേറ്റ് വിളിയുള്ളവരുണ്ട്. കോർപ്പറേറ്റ് വിളി, ഞാൻ അതിനകത്തോട്ട് പോകാൻ ആഗ്രഹിക്കുക. അടുത്ത വ്യക്തി സാറയെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ സാറയുടെ അടുക്കൽ മടങ്ങി വരും, അബ്രഹാമിന്റെ അടുക്കൽ മടങ്ങി വരും. സാറയെ കുറിച്ച് ഒന്ന് നോക്കട്ടെ. ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. 11-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. സാറയുടെ മേൽ ഒരു ഡയറക്റ്റ് വിളി ആയിരുന്നില്ല, ഒരു കോർപ്പറേറ്റ് വിളിയായിരുന്നു. ഡയറക്റ്റ് വിളി അബ്രഹാമിനായിരുന്നു. എന്നാൽ അബ്രഹാമിനെ ഒറ്റയ്ക്കല്ല ദൈവം വിളിച്ചത്, കൂട്ടത്തിൽ ഒരു കോർപ്പറേറ്റ് വിളി ഉണ്ടായിരുന്നു. അതായിരുന്നു സാറ. പലപ്പോഴും കോർപ്പറേറ്റ് വിളികളെ നിൽക്കേണ്ട ഇടങ്ങളിൽ നിർത്തിയില്ലെങ്കിൽ പ്രധാനമായും വിളിക്കപ്പെട്ടവൻ ദൗത്യത്തിൽ പരാജയപ്പെടും. സാറയുടേത് കോർപ്പറേറ്റ് വിളിയായിരുന്നു. സാറയാണ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് തൽക്കാലം ദാസിയിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കട്ടെ. ഈ കോർപ്പറേറ്റ് വിളിക്കായി നിന്നവർ മിസ്ഗൈഡ് ചെയ്യുന്നവരാ പലപ്പോഴും. മിസ്രൈമിലെ ഫറവോന്റെ അടുക്കൽ പോകുവാൻ ദൈവം വിളിച്ചത് മോശയാണ്. മോശയ്ക്ക് ഒറ്റയ്ക്ക് ആ ദൗത്യം ചെയ്തു തീർക്കാൻ പ്രയാസമെന്ന് ദൈവത്തോട് റിപ്പോർട്ട് ചെയ്തതിനാൽ മോശയുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഒരു അഹരോനെ കൂടെ കൂട്ടുകൊടുത്തു. അഹരോന്റെ മേലുള്ളത് കോർപ്പറേറ്റ് വിളിയാണ്. മോശ മിസ്സായ സാഹചര്യം നോക്കി കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് അഹരോനാ. ആദ്യം സ്വതന്ത്രകാഴ്ച പിരിക്കുന്നത് അഹരോനാ. വേണ്ടാത്തതൊക്കെ കാണിച്ചു വെക്കുന്നത് അഹരോനാ. ചെയ്യരുതാത്തത് പലതും ചെയ്തത് അഹരോനാ. കോർപ്പറേറ്റ് വിളി ഭയങ്കര കെയർഫുള്ളാണ്. നമുക്ക് കോർപ്പറേറ്റ് വിളിയിൽ നിന്ന് ഒരുത്തനെ മുന്നോട്ട് തള്ളാം, പ്രോത്സാഹിപ്പിക്കാം. കോർപ്പറേറ്റ് വിളിയിൽ നിന്ന് ഒരുവനെ ഇല്ലാതാക്കാം. ആരോട് സഹകരിക്കുന്നു, കോർപ്പറേറ്റ് വിളി ഉള്ളവനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ജോലിയാണ്. ഗിദെയോനെ ദൈവം വിളിച്ചു കോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു 300 പേരെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ ദൈവത്തിന് വേണം. മോശയ്ക്ക് പരാജയമുള്ള ഭാഗങ്ങളിൽ അദ്ദേഹത്തോട് കൂടെ നീക്കാൻ 70 നേതാക്കന്മാരെ ദൈവം വിളിച്ചു. അത് ദൈവം വിളിച്ചവരാ. അഹരോൻ അതല്ല. തൻ്റെ പരാജയത്തിന്റെ മുമ്പിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാ. കോർപ്പറേറ്റ് വിളിയിലുള്ളവർ ദയവായി ശ്രദ്ധിച്ചാലും. ഒരു സഭയിൽ പൊതുവെ ദൈവം ഒരു വിഷണറി ആക്കാറുണ്ട്. ഞാൻ അനുഭവത്തിൽ എന്ന് പറയുക. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു വലിയ സഭയുമായിട്ട് ഇങ്ങോട്ട് പൊട്ടി വീണതൊന്നും അല്ല. തുടക്കത്തിൽ 1957 മുതൽ ഇന്നലെ രാത്രിയിൽ അസംബ്ലീസ് ബോർഡിലെ ലീഡർഷിപ്പിലുള്ള ഒരാൾ എന്നെ വിളിച്ച് ഇന്നത് കേൾക്കുന്ന എന്താ, എന്നോട് അങ്ങനെ ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്നും ചോദിക്കാൻ ആളുള്ളത് നല്ലതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് പുറകെ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ള വിഷയം ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ
ഒരുപാട് കിംവദന്തികളൊക്കെ പരന്നു. അന്ന് ഞാൻ ഇന്ത്യയിലില്ല, ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിന്റെ അന്നത്തെ സൂപ്രണ്ട് ഡോക്ടർ TC ജോർജ് സാറ് എൻ്റെ വീട്ടിലോട്ട് വിളിച്ചപ്പം എൻ്റെ വൈഫ് അറ്റൻഡ് ചെയ്ത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ആ കാലത്ത്. മുമ്പേ പറഞ്ഞതുപോലെ സെൽഫോണുകൾ കുറവാണ്. എൻ്റെ വൈഫ് അറ്റൻഡ് ചെയ്ത് ഡോക്ടർ സാർ വിളിച്ചു പറഞ്ഞു എമേറിസിനെ കാണണമെന്നുണ്ട്. ഞാൻ വന്ന് അന്ന് തന്നെ സാറിനെ പോയി കണ്ടു. ഞാൻ പറയടാ, നീ 60 വയസ്സിന് താഴെ ആരെങ്കിലും മരിച്ചാൽ അത് ശാപമാണെന്ന് പ്രസംഗിച്ചതായി മാസികകൾ കണ്ടല്ലോ. ഞാൻ പറഞ്ഞ കള്ളമൊക്കെ പരസ്യപ്പെടുന്ന മാസികകൾ സാർ വിശ്വസിക്കാതെ സാറിൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ വിശ്വസിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. പറഞ്ഞില്ല. 60 വയസ്സിന് താഴെ എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രായപൂർത്തിയാകാതെ പ്രായം തികയാത്ത ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി ഒരേ കുടുംബത്തിൽ നിന്ന് കൂടെ മരിക്കുകയാണെങ്കിൽ അത് ശാപത്തിന്റെ തുറന്ന ചിഹ്നമാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ കണ്ടവൻ പറയുന്നതൊക്കെ കേൾക്കുന്ന തരം തരുന്ന മാസികകൾ പരസ്യപ്പെടുത്തുന്ന കൂട്ടത്തിൽ സാർ എന്നെ കാണരുത്. എന്നും വിളിച്ച് കറക്റ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ അസംബ്ലീസ് ബോർഡിന്റെ ചുമതലയിലുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചു എമേറിസിനെ കുറിച്ച് തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇന്നിങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞു സാറേ, ഫലം കായ്ക്കാത്ത വൃക്ഷത്തിനെ വെട്ടിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ വെട്ടിക്കളയണം. യജമാനൻ തോട്ടത്തിൽ ചെന്നു. ഞാൻ ഫലം കായ്ക്കുന്ന ഒറ്റ വ്യക്തിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഫലം കായ്ക്കാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ, അതായത് 1957 മുതൽ എൻ്റെ 19ാമത്തെ വയസ്സ് വരെ ഏതാണ്ട് 8 വർഷം ഞാൻ എൻ്റെ ഗ്രാമത്തിലൂടെ നടന്ന് വഴിയിറമ്പുകളിൽ പ്രസംഗിച്ചവനാണ്. പക്ഷെ ആ പ്രസംഗം ദൈവത്താൽ അയക്കപ്പെട്ടതായിരുന്നതുകൊണ്ട് അന്നും ആളുകൾ മാനസാന്തരപ്പെട്ടു, അന്നും ആളുകൾ രക്ഷിക്കപ്പെട്ടു. ഒരു സഭ പോലും ഇല്ലാതിരുന്ന എൻ്റെ സ്ഥലത്ത് ഞാൻ എയർഫോഴ്സിൽ ചേരുന്ന സമയത്ത് ഈ 6-7 വർഷത്തിനോടകം 4 സഭകൾ, പെന്തക്കോസ്ത് സഭകൾ രൂപീകരിക്കപ്പെട്ടു. ആരെയെങ്കിലും ദൈവം അയച്ചാൽ അതിനകത്ത് റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഇല്ലാതെ മെനക്കെടുത്തുന്ന കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ കൂടെ കൂട്ടുന്നവനെ ഞാൻ ഒരിക്കലും മെനക്കേടുകാരനെ വിളിക്കാറില്ല. കാര്യം ഡെഡ് ഡൂഡ്സിനെ കൊണ്ടു നടക്കാൻ ഒക്കത്തില്ല. കാര്യം ദാറ്റ് ബിക്കം എ ലയബിലിറ്റി. അബ്രഹാമേ, അങ്ങയുടെ മേലൊരു വിളിയുണ്ട്. എന്തിനു വേണ്ടി? ഒരു തലമുറയ്ക്ക് പിതാവാകുവാൻ. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ അവരൊരു ഇലക്ട്രോണിക് സ്വഭാവമുള്ള ഒരു പാവയെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെ കയ്യിൽ നേരെ കിടത്തിയാൽ ഇത് കണ്ണടച്ചിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ കരിയുമ്പോൾ എടുത്ത ഉടനെ ചിരിച്ചു കാണിക്കും. ഇതിനൊക്കെ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സ്വഭാവമുള്ള ഒരു ഓട്ടോമാറ്റിക് കുഞ്ഞിൻ്റെ പാവ. ഇത് എടുത്തുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മൂത്ത മോന് കല്യാണം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, മക്കളില്ല, അതുകൊണ്ട് ഈ ഒരു പാവയെ വെച്ച് പ്രാർത്ഥിക്കുക ഞങ്ങൾ. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ തെറ്റൊന്നുമില്ല. ശരിയെന്നോ തെറ്റെന്നോ പറയാൻ ഞാൻ ആരുമല്ല. അത് അങ്ങേരുടെ കാര്യം അങ്ങേര് ചെയ്തു, ദാറ്റ്സ് ഫൈൻ, എനിക്കതിനകത്തൊന്നുമില്ല. പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ദൈവം എന്നോടൊരു കാര്യം സംസാരിച്ചു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കളിപ്പാവ മതി. കാര്യം അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് 2 കുഞ്ഞുങ്ങളെയാ, അല്ലെ 3 കുഞ്ഞുങ്ങളെയാ. മോനെ, അബ്രഹാമിന് അത് പോരടാ. അബ്രഹാമിന്റെ ദർശനം ആകാശത്തിലെ നക്ഷത്രങ്ങളാകണം. കാര്യം അവന് സന്തതി ജനിക്കാനുള്ളത് ഇവന് ജനിക്കുന്ന 2 പോലല്ല. അവന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതി ലഭിക്കാനുള്ളതുകൊണ്ട് അവന്റെ കാഴ്ചപ്പാട് വലുതാ. നിന്റെ കാഴ്ചപ്പാട് എന്തുവാ? നിന്നെ വിളിക്കൊത്തവണ്ണം ഒരു ദർശനം നിനക്കുണ്ടാകട്ടെ, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. അബ്രഹാമെ, അങ്ങേ വിളിച്ചതൊരു വലിയ വിളിയാകയാൽ ആ വിളിക്ക് ആവശ്യമായ കാഴ്ചപ്പാട് വേണം. അമ്മച്ചിക്ക് അൺഫോർച്ചുനേറ്റ്ലി അതില്ലാതിരുന്നു. എന്നാൽ അബ്രഹാമിനോട് സഹവസിച്ചു, ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടു, ദൈവത്തോട് പല പ്രാവശ്യം ഇടപെട്ടു, താൻ ജീവിതത്തിൽ വിശ്വാസം ഏറ്റെടുത്തു. ഒരിക്കലൊരു പരാജയം നടന്നെങ്കിലും ബഹുജാതികൾക്ക് മാതാവാകുവാനുള്ള ആ വലിയ വിളി അവളുടെ മേൽ വരുവാൻ കാരണം ആദ്യത്തെ വിശ്വാസ ലംഘനമല്ല, വിശ്വാസത്തിന്റെ കുറവല്ല, പിന്നത്തേതിൽ വിശ്വാസത്തിൽ വരുത്തിയ വർധനവാണ്. ഇന്ന് പകൽ വിശ്വാസത്തിൽ വർധന വരുത്തിക്കൊണ്ട് ദൈവത്തോടടുക്കുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. നമുക്ക് സാറയെ കൂടെ ഒന്ന് തൊടാം. വിശ്വാസത്താൽ അബ്രഹാം. ഇവിടെ നിന്ന് മുമ്പേ പറഞ്ഞ ഒരു പദം കൂടെ ഞാൻ ഒന്നുകൂടെ തൊട്ടോട്ടെ. അബ്രഹാമേ, 100 വയസ്സ് ആർക്കെങ്കിലും മക്കളുണ്ടായി നീ കണ്ടിട്ടുണ്ടോ? ഇല്ല കർത്താവേ. പിന്നെന്തോടെ നീ വിശ്വസിക്കുന്നത്? എൻ്റെ വിളി മറ്റവൻ്റെ വിളിയല്ല. അയൽലോക്കക്കാരനെ പോലെ വിശ്വസിച്ചാൽ ഞാനും അവനെ പോലെ ഇരുന്നേനെ. അവൻ അസൂയ കാണും. അസൂയയാണല്ലോ ഇസ്രായേലിനോടുള്ള പ്രധാന പ്രശ്നം. അവൻ അസൂയ കാണും, അത് കയ്യിലിരിക്കട്ടെ. പക്ഷെ ഞാൻ നിന്നെ നടത്താൻ ശക്തനാണ്. നിന്റെ വിശ്വാസം അതിനേക്കാൾ അപ്പുറത്താണ്. കാണുന്ന കാര്യങ്ങളല്ല, കാണാത്ത കാര്യങ്ങൾ. അത് ഏറ്റെടുത്തേ പറ്റൂ. ഓക്കെ, സാറയും വിശ്വാസത്താൽ സാറയും 11ാം വാക്യം. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു. ഈ അബ്രഹാമിന്റെ അടുക്കൽ ദൈവം ഇങ്ങോട്ട് വരിക. പലതിൻ്റെയും ചികിത്സ ദൈവം നടത്തുന്നത് ഒരു വാക്കുകൊണ്ട്. മറക്കരുത്, ഒരു വാക്കുകൊണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴേ
വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിച്ചു. വിശ്വസിക്കുന്നവരെ പോഷത്വത്താൽ രക്ഷിച്ചു. അഭിഷക്തനായ ഒരു വ്യക്തിയുടെ മെസ്സേജിന്റെ മുമ്പിൽ ജനം മുട്ടുമടക്കുന്നത് കാണാം, ജനം കീഴടങ്ങുന്നത് കാണാം, നിലവിളിച്ചുകൊണ്ട് ദൈവവാദത്തോട് അടുക്കുന്നത് കാണാം, കൂട്ടമായി ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നത് കാണാം. അഭിഷക്തനല്ലാത്ത ഒരാളിന്റെ വാക്ചാതുര്യം അല്ല കാരണം. പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിച്ചു എന്ന് പറയുവാനുള്ള ഒരു കാരണം ഇതാണ്. പ്രസംഗത്തിന്റെ പോഷത്വത്താൽ ഞങ്ങൾ ഇവിടെ ലോങ് ടേം ഉപവാസ പ്രാർത്ഥന നടത്താറുണ്ട്. ഈ ചർച്ചിന് കൺവെൻഷനേക്കാൾ കൂടുതലും ഉപവാസ പ്രാർത്ഥനകളിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ ചർച്ചിൽ വന്ന ശേഷം ഒന്ന് അംഗസംഖ്യയൊക്കെ വളരെ കുറവായിരുന്നു. അവിടെ നിന്ന് ദൈവം വളർത്തി ഏറെക്കുറെ വളർന്നതിനെ തുടർന്ന് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ സഭയ്ക്കകത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം വെച്ചു. ഈ വർഷം നടക്കാൻ പോകുന്നത് 37ാമത്തെ ആനുവൽ ഫാസ്റ്റിംഗ് ആയിരിക്കും. ഇതിനിടയ്ക്ക് വേറെ കുറേ ഫാസ്റ്റിംഗ് പ്രയറുകൾ വെച്ചു. അതിനേക്കാൾ കൂടുതൽ ചെറിയ ഫാസ്റ്റിങ്ങൾ 21 ദിവസമൊക്കെ വീതം തന്നെയുള്ള ലോക്കൽ ഫാസ്റ്റിങ്സ് പലതും ഞങ്ങൾ വെച്ചു. എപ്പോഴും ഒരാളിനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ റിസൾട്ട് എന്തുണ്ടെന്ന് അന്വേഷിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ മനുഷ്യൻ വന്നു, എത്ര പുതിയ ആത്മാക്കൾ വന്നു, എത്ര പേർ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നു, എത്ര രോഗികൾ സൗഖ്യമായി, എത്ര വ്യക്തികളുടെ ഹൃദയ രഹസ്യങ്ങൾ തുറന്നു കാണിക്കുന്ന വെളിപ്പാടുകൾ പറഞ്ഞു, എത്ര പുതിയ വെളിപ്പാടുകൾ നിറവേറി. റിസൾട്ട് എന്നും കണക്ക് കൂട്ടും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വലുതായിട്ടൊന്നും സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്രാവശ്യം എന്തിനു സാധിക്കും? ന്യൂഡൽഹിയിലായിരുന്ന സമയത്ത് ഞാൻ ഒരു പ്രത്യേക സംഭവം ഓർക്കുന്നു. ന്യൂഡൽഹിയിലായിരുന്ന സമയത്ത് ഒരിക്കൽ അവിടെ ഒരു കൺവെൻഷൻ നടത്തുക. സത്യത്തിൽ ചർച്ച ഒരു 2-3 ദിവസം പ്രാർത്ഥിക്കാൻ മാത്രം ആഗ്രഹിച്ചു. ആ സമയത്ത് കല്ലുമല കുഞ്ഞുമനിച്ചായൻ ന്യൂഡൽഹി കൂടെ വരുന്ന മാന്യ മനുഷ്യൻ എന്ന് ഭൂമിയിലില്ല, നിത്യതയിൽ ചേർക്കപ്പെട്ടു. എങ്കിലും ഒരു നല്ല കാര്യത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് പറയുക. കല്ലുമല കുഞ്ഞുമനിച്ചായൻ പട്ടണത്തിലൂടെ വരുന്നുണ്ടെന്നും അദ്ദേഹം രാജസ്ഥാനിലേക്ക് പോകുന്ന വഴിയിൽ ഡൽഹി ടച്ച് ചെയ്യുന്നുണ്ടെന്നും അറിഞ്ഞു. സഹോദരന്മാരിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്ക് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയി, കൺവെൻഷൻ എന്ന് വിളിക്കേണ്ട, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയി നമുക്കിവിടെ അത് വെക്കാം. അത് മനുഷ്യൻ വരുമ്പോൾ നമ്മൾ ആ ദിവസങ്ങളെ ആഘോഷിക്കാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയി ആ ദിവസങ്ങളെ ഡൽഹി സഭ അന്ന് ഏറ്റെടുത്തു. ഞാൻ അന്ന് പോയിരുന്ന സഭ അന്ന് ഏറ്റെടുത്തു. ആ 3 ദിവസം കല്ലുമല കുഞ്ഞുമനിച്ചായൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹവും ഭാര്യയും 2 പേരും ഉണ്ട്. അവർ ഒറ്റയ്ക്കോ 2 പേരോ, നോട്ട് ടു ഷുവർ, ഏതാണ്ട് 10-50 വർഷത്തിന് മുമ്പിലത്തെ ചരിത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗ്, അതുകൊണ്ട് എനിക്ക് ആഹാരം വേണ്ട. സഭയ്ക്ക് ആകെപ്പാടെ വന്ന ചെലവ് എല്ലാം കൂടി എനിക്ക് 100 രൂപയ്ക്ക് താഴെ, ആ കാലത്ത് 100 രൂപയ്ക്ക് താഴെയുള്ള ചിലവേ വന്നുള്ളൂ ആ 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ഒരു മാരക രോഗി സൗഖ്യമായി. എഴുന്നേക്കാൻ കഴിയാതെ കംപ്ലീറ്റ്ലി കിടക്കയിലായിരുന്ന ഒരാളിനെ കിടക്കയോടെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാൻ വിശദീകരണത്തിൽ പോകുന്നില്ല. ആ സഹോദരി എഴുന്നേറ്റു. ആമവാദം പിടിച്ച് എഴുന്നേക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാ അസ്ഥികളിലും വേദനയായി വർഷങ്ങൾ കിടപ്പിലായിരുന്ന ഒരു സഹോദരി മിനിറ്റുകൾ കൊണ്ട് ചാടി എഴുന്നേറ്റു. ഈ സംഭവം അനേകരെ ആകർഷിച്ചു. അനേക പുതിയ ആളുകൾ വന്നു. കുറെ കൂട്ടമായി ആളുകൾ രക്ഷിക്കപ്പെട്ടു. കൂട്ടമായി ആളുകൾ സ്നാനപ്പെട്ടു. കല്ലുമല കുഞ്ഞുമനിച്ചായനെ ഞങ്ങൾ യാത്ര അയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സഭയുടെ രക്ഷാധികാരികളിൽ ഒരാൾ കേരളത്തിൽ നിന്നു അന്ന് കല്ലുമല കുഞ്ഞുമനിച്ചായനെ വിളിച്ചതിലും മീറ്റിംഗ് വെച്ചതിലും ഒക്കെ അമർഷം പറഞ്ഞു. നമ്മുടെ വിഭാഗം അവനെ ഒരു ഉപദേശിയായി അംഗീകരിക്കുന്നില്ല, നമ്മുടെ വിഭാഗം അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. സാഹചര്യത്തിൽ ഞാൻ വിഭാഗത്തിൻ്റെ ഒന്നും പേര് പറയുന്നില്ല. എനിക്ക് വിഭാഗത്തെ തൊടുന്നതല്ല, ആശയം തൊടുന്ന വലുത്. എന്തുകൊണ്ട് അവനെ വിളിച്ചു മീറ്റിംഗ് നടത്തിയെന്നൊക്കെ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്നയാൾ, ഈ മേലധികാരിയെ ഞങ്ങൾ സാധാരണ വിളിക്കാറുള്ളതും കൺവെൻഷൻ നടത്താറുള്ളതും ഫെഡപ്പായപ്പോൾ ചർച്ചിൻ്റെ സെക്രട്ടറി ഒരു വാദം പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ കൺവെൻഷൻ അച്ചായനെയാണ് വിളിച്ചത്, സഭയുടെ ചിലവ് 7000 രൂപയാണ്, ഫലം നാസ്തിയും ശൂന്യവും. ഇപ്രാവശ്യം വന്ന കല്ലുമല കുഞ്ഞുമനിച്ചായന് ചിലവ് 92 രൂപ. രക്ഷിക്കപ്പെട്ടത് ഇത്ര ആത്മാക്കൾ. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ആരെ വിളിക്കണം എന്ന് അച്ചായൻ പറ. ഫലമുള്ളതോ ഫലമില്ലാത്തതോ? ഫലമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സേറയും അനേക വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ കൃപയിൽ നിന്നതിനാൽ പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു. ഇവരെയൊക്കെ ബലപ്പെടുത്തിയതൊരു വാക്ക്. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് തിരിഹിതമായി. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് തിരിഹിതമായി.
ദൈവത്തിൻ്റെ പല പ്രസംഗങ്ങളും കേട്ടാൽ, പല വാചകങ്ങളും കേട്ടാൽ ഭോഷത്വമാണെന്ന് മനുഷ്യന് തോന്നിപ്പോ. ഞാൻ അബ്രഹാമിൻ്റെ എക്സാമ്പിൾ മാത്രം എടുക്കട്ടെ, പുറകോട്ട് പോകുന്നില്ല. അബ്രഹാമെ 90-ാം വയസ്സിൽ കഴിഞ്ഞവനെ, 100-ാം വയസ്സിലേക്ക് കിടക്കുന്നവനെ, 99 കഴിഞ്ഞവനെ, അങ്ങയെ വിളിച്ച് വരുന്നയാണ്ടിൽ ഈ നേരം നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന് പറയുകയാണോ നല്ലത്, അതോ കുറഞ്ഞ പക്ഷം 4 ടാബ്ലറ്റെങ്കിലും തരികയാണോ നല്ലത്? 4 ടാബ്ലറ്റെങ്കിലും തരികയാണോ നല്ലത്? കർത്താവ് പറഞ്ഞു, മോനെ, ടാബ്ലറ്റ് തരുന്നത് അല്ല, എൻ്റെ മെത്തേഡ് വാക്കാ. വിശ്വസിക്കുന്നവനെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിക്കുക. ഇന്ന് പ്രയാസത്തിലായിരിക്കുന്ന, പ്രശ്നത്തിലായിരിക്കുന്ന, ബുദ്ധിമുട്ടിലായിരിക്കുന്ന അനേകരും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഒരു റിലീസ് നിങ്ങളുടെ മേൽ വിളിച്ചു പറയട്ടെ. വിശ്വസിക്കാൻ കഴിയുന്ന ചിലർക്ക് ഈ ആഴ്ചക്കാലം ജീവിതത്തിൽ അതൊരു വിജയമായി മാറട്ടെ. സാറയെ വിളിച്ചു പറഞ്ഞു, 90 വയസ്സ് കഴിഞ്ഞ നീ, ജന്മനാൽ വന്ധ്യയായ നീ, നിന്റെ പുത്രോത്പാദനത്തിനുള്ള ശക്തി തൽക്കാലം കെട്ടതാ, ചത്തതാ. നിനക്ക് ജന്മനാൽ അതിനുള്ള അവയവങ്ങളില്ല. നിനക്ക് ജന്മനാൽ അതിനുള്ള അവയവങ്ങളില്ല, ഗർഭാശയമില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ ആവശ്യമുള്ള ഘടകങ്ങൾ നിനക്കില്ല. അതുകൊണ്ടാണ് നിന്നെ വന്ധ്യ എന്ന് ചെറുപ്പം മുതൽ വിളിച്ചത്. ഇന്ന് വയസ്സ് 90 കഴിഞ്ഞു, ഉണ്ടായിരുന്നതും കൂടെ നിർജീവമായി. ഒരു സർജറിയാണ് ഇന്നത്തെ സ്പെഷ്യലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. കുറഞ്ഞപക്ഷം ഒരു ഇഞ്ചക്ഷനെങ്കിലും കൊടുക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ച് കാണാം. എന്നാൽ കർത്താവ് പറഞ്ഞു, ഒരു ടാബ്ലറ്റ് പോലുമില്ല. ഒരൊറ്റ വാക്ക്, വരുന്നയാണ്ടിൽ ഈ നേരം ഞാൻ വരും, സാറയ്ക്കൊരു മകൻ. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് തിരിഹിതമായി. ശൂന്യതയെ നോക്കിക്കൊണ്ട്, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കിക്കൊണ്ട്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്താൽ നിയമിക്കപ്പെട്ട അഭിഷിക്തരാണെങ്കിൽ അസ്ഥിയോട് ചേരും, അസ്ഥി ഒരു സൈന്യമായി എഴുന്നേൽക്കും. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് തിരിഹിതമായി. ഇന്ന് പകൽ ചിലതിനെ കൂടെ ഉദ്ധരിച്ചെടുക്കുവാൻ ദൈവത്തിന് തിരിഹിതമാകട്ടെ. ചിലരെ കൂടെ ദൈവകൃപയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് തിരിഹിതമാകട്ടെ. ഞാൻ സാധാരണ എല്ലാ രംഗത്തും എൻ്റെ കാഴ്ചപ്പാടാകുന്നത് പോലെ ഡെഡ് വുഡ്സ് ഒഴിവാക്കാം. പ്രയോജനമില്ലാത്തവർ, ശൂന്യതായവർ അവരവരുടെ വിളി തിരിച്ചറിയട്ടെ. എന്തിനു വേണ്ടി അവരെ വിളിച്ചുവെന്ന് അവരുടെ വിളിയെ അവർ തിരിച്ചറിയട്ടെ. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞുകൊണ്ടിരുന്ന ചിലർ ഇന്ന് ചില ക്രിസ്തീയ മാസികകളിൽ അല്ല ക്രിസ്തീയ പ്രസ്ഥാനങ്ങളിൽ ശത്രുത്വക്കൾക്കെതിരെ നിന്ന് പോരാടി ജയിക്കുന്നത് കാണാം. എന്നോട് കർത്താവ്, ഇവരുടെ വിളി ഇതായിരുന്നു, അത് തിരിച്ചറിയാൻ താമസിച്ചു പോയി. അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിനോട് യുദ്ധം ചെയ്തു. പരിശുദ്ധാത്മാവിനോട് യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവർ നമ്മുടെ ഇടയിലില്ല. അത് പൈശാചിക അഭിഷേകമാണ്. പിശാചി ചിലതിനെ അഭിഷേകം ചെയ്യും, അവർ ദൈവാത്മാവിന് വിരോധമായി നിൽക്കും. ദൈവം ചിലരെ അഭിഷേകം ചെയ്യും, അവർ ശത്രുവിനെതിരെ നിൽക്കും, അവർ റിസൾട്ട് കൊണ്ടുവരും. ഇന്ന് പകൽ അവരവരുടെ വിളി തിരിച്ചറിഞ്ഞവർക്ക്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, ഞാൻ 5 പേരെ മാത്രമേ നിർത്തിയുള്ളൂ. നമ്മുടെ മുമ്പിൽ നിൽക്കയാൽ, നമ്മുടെ ചുറ്റും നിൽക്കയാൽ, മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം, അവരവരുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം കണ്ടുപിടിക്കുക. അതിനകത്ത് മാത്രമേ നമുക്ക് ഫലമുള്ളൂ, വേറെ ഒന്നിനകത്തും ഫലം കിട്ടത്തില്ല. അവരവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. എനിക്ക് എന്നോട് അനുവദിച്ചു തന്ന സമയമായി, എനിക്ക് എഴുന്നേക്കേണ്ടതുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ മാത്യുവിനാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ച ആദ്യത്തെ ദിവസം അൺഫോർച്ചുനേറ്റ്ലി ഇത് മറന്നതല്ല, പകരം വേറൊരു പ്രോഗ്രാം ഞാൻ കേരളത്തിൽ കൊടുത്തിരുന്നു. അത് മറന്നേച്ചാണ് ഞാൻ ഈ പ്രോഗ്രാം ഏറ്റുപോയത്. അവരെ തിരിച്ചു വിളിച്ചു, ഓർമ്മിപ്പിച്ചു. ഞാൻ 80-ാമത്തെ വയസ്സിലാണ്, ഒരുപാട് ഓർമ്മക്കുറവുണ്ട്, ഒത്തിരി ഭാരം എനിക്കുമുണ്ട്. അതുകൊണ്ട് ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ സംഭവിച്ചു. ഞാൻ അദ്ദേഹത്തെ നേരത്തെ വിളിച്ച് വിവരം പറഞ്ഞപ്പോഴേ അല്പം ബുദ്ധിമുട്ടോടെ ആണെങ്കിലും ഈ ഒരു അവസരത്തേക്ക് മാറ്റി തന്നു. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിലുള്ളത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിച്ചു. താങ്ക് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന കർത്താവിൻ്റെ ദാസനോട്, വീണ്ടും ഒരവസരം നഷ്ടമായപ്പോൾ റീകൺസിഡർ ചെയ്ത കർത്താവിൻ്റെ ദാസനോട് നന്ദി പറയട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.